اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والله يدعو إلى دار ويهدي من يشاء إلى صراط مستقيم. صدق الله مولانا العظيم. ഏറ്റവും ബഹുമാനമുള്ള മഹാന്മാരായ സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, ഈ വിശിഷ്ടമായ വേദിയിൽ ഒത്തുകൂടിയിട്ടുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രചാരകരും പ്രവർത്തകരുമായ സുഹൃത്തുക്കളെ, നീലഗിരി ജില്ല SKSSFന്റെ ഭാരവാഹികളെ, മറ്റു ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ വരാനും നിങ്ങളോട് സംസാരിക്കാനും അള്ളാഹുവിൻ്റെ വേണ്ടുക ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. എൻ്റെ മുമ്പ് നടന്ന പ്രസംഗങ്ങളിലൊക്കെ വളരെ വ്യക്തമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഓഡിറ്റോറിയത്തിൽ രണ്ടാമത്തെ തവണയാണ് ഞാൻ വരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്, വളരെ വലിയ അനുഗ്രഹീതരാണ്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, അള്ളാഹുവിൻ്റെ സുന്ദരമായ സ്വർഗമെന്ന ലക്ഷ്യത്തിലേക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരാണ് നമ്മൾ എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആദ്യമേ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെയൊക്കെ പരമമായ ലക്ഷ്യം അത് സ്വർഗമാണ്. ആ സ്വർഗം എന്ന പരമമായ ലക്ഷ്യത്തിലേക്കുള്ള വഴികളിലാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ, ലക്ഷ്യം നേടാനുള്ള മാർഗവും കൂടെ നന്നാവണം. നമ്മളുടെ ലക്ഷ്യമേതാണ്? അത് സ്വർഗമാണ്. ആ സ്വർഗമെന്ന ലക്ഷ്യം നേടാനുള്ള വഴി അത് മുസ്തഖീമായ വഴിയായിരിക്കണം, നേരായ വഴിയായിരിക്കണം, ശരിയായ വഴിയായിരിക്കണം. ആ വഴിക്ക് പറയുന്ന മറ്റൊരു പേരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഈ വഴിയിൽ നമ്മൾ എത്തിപ്പെടാൻ വേണ്ടി ഒരു ദിവസം ചുരുങ്ങിയത് 17 തവണ പടച്ചവനോട് മനമുരുകി നാം പ്രാർത്ഥിക്കാറുണ്ട്. ആ മുസ്തഖീമായ വഴിയിൽ എത്തിപ്പെട്ട, സ്വർഗത്തിലേക്കുള്ള വഴിയിൽ എത്തിപ്പെട്ട സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിൻ്റെ എളിയ പ്രവർത്തകന്മാരായി, എളിയ ഖാദിമുകളായി, അതിൻ്റെ പ്രചാരകരായി, അതിൻ്റെ അഭ്യുദയകാംക്ഷികളായി മാറാൻ കഴിഞ്ഞു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമാണ്. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാരും പ്രവർത്തകന്മാരുമായി കഴിഞ്ഞുപോയ ആളുകൾ ആ ഒരു സുഹൃതത്തിന്റെ വഴി നേടിയവരും ആ ഒരു സന്തോഷത്തിന്റെ വഴിയിൽ പ്രവർത്തിച്ചവരുമാണ്. ആ ഒരു ശരിയായ മാർഗത്തിന്റെ യഥാർത്ഥ രൂപവും പേരുമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇത് മാത്രമാണ് ഹക്ക്, ഇത് മാത്രമാണ് സുതാര്യമായ വഴി. ഇതൊരു അഹങ്കാരത്തിന്റെ വാക്കോ അതല്ലെങ്കിൽ അഹന്തയുടെ വാചകമോ അല്ല.
നാളിതുവരെ നമ്മൾ കണ്ടതും നമ്മൾ കേട്ടതും നമ്മൾ പഠിച്ചതും അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ബോധ്യപ്പെട്ടതും മറ്റുള്ളവർക്കും ബോധ്യപ്പെട്ടതും എല്ലാവരും സർവ അംഗീകരണത്തോടുകൂടെ നമ്മൾക്ക് മനസ്സിലാകുന്നതുമാണ് സുതാര്യമായ വഴി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വഴിയാണ്. കാരണം നിസ്കാരത്തിൽ തന്നെ നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നാണ്. മുസ്തഖീമായ വഴിയിൽ ഞങ്ങൾ നീ ചേർക്കണമേ. ആ പ്രാർത്ഥനയിൽ നിന്ന് തന്നെ നമ്മൾക്കറിയാം ഇവിടെ മുസ്തഖീമല്ലാത്ത വഴികൾ ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകും. ഇവിടെ ഇംഗ്ലീഷ് അക്ഷരമാല എ മുതൽ തുടങ്ങി സെഡ് കൊണ്ട് അവസാനിച്ച് നമ്മുടെ ഭാഗ്യമായി നമ്മൾ കരുതണം. നേരെ മറിച്ച് സെഡിന്റെ ശേഷവും അക്ഷരങ്ങൾ ഉണ്ടാകുമെങ്കിൽ അതിന്റെ പേരിലും ഇവിടെ സംഘടനകൾ ഉണ്ടാകും. ഓരോ ദിവസം കഴിയുന്തോറും സംഘടനകളുടെ ആധിക്യവും സംഘടനകളുടെ വളർച്ചകളും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് നാം കരുതേണ്ടതില്ല. ഇവിടെ സംഘടന എന്നത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രചാരണത്തിനും സുന്നത്ത് ജമാഅത്തിന്റെ ശക്തിക്കും വേണ്ടിയിട്ടുള്ള ഒരു ഊന്നുവടിയാകണം സംഘടന എന്നത്. മനുഷ്യന്മാരെ വഴിതെറ്റിപ്പിക്കാനും തെറ്റായ വഴികളിലേക്ക് ആളുകളെ ആകർഷിക്കാനും നരകത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനും ഒരു സംഘടനയുടെ ആവശ്യം ഇല്ല. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ബിദ്അത്തിന്റെ സംഘടനകൾ ഒരുപാട് വന്നു. ഇവിടെ 1926 കാലഘട്ടങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുമ്പോൾ തന്നെ ഇതിന്റെ പശ്ചാത്തലം ഇവിടെ വന്ന ബിദ്അത്തിന്റെ സംഘടനകൾ, കള്ളത്വരീക്കത്തുകൾ, കള്ളശേഖന്മാർ, പുതിയ വാദക്കാർ, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ്, ഖാദിയാനി, ചേകനൂർ തുടങ്ങിയ പുതിയ പുതിയ ആശയങ്ങളുമായി വന്ന ഇത്തരം ആളുകളെ പ്രതിരോധിക്കാനും സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥമായ വിശ്വാസത്തെ നിലനിർത്താനും ഇന്നത് ശരിയാണെന്നും ഇന്നത് തെറ്റാണെന്നും ബഹുജനങ്ങളെ സാധാരണക്കാരായ ആളുകളെ ബോധ്യപ്പെടുത്താനും ഈ മഹിതമായ സംഘടന ഡ്യൂട്ടി ഏറ്റെടുത്തുകൊണ്ടാണ് സമുദായ മധ്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. ആദ്യ കാലങ്ങളിൽ ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ മഹാന്മാരായ പണ്ഡിതന്മാർ, ദുആ ചെയ്താൽ ആ സമയത്ത് ഉത്തരം നൽകി കിട്ടിയിരുന്ന പണ്ഡിതന്മാർ, പടച്ചവനോടൊരു കാര്യം ചോദിച്ചാൽ രണ്ടാമത് കാത്തിരിക്കേണ്ടതില്ലാത്ത വിധത്തിൽ ദുആക്ക് ഉത്തരം ലഭിച്ചിരുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ, വരക്കൽ മുല്ലക്കോയ തങ്ങളെപ്പോലെ, പാങ്ങിലെ പി അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെ, പറവണ്ണ മൊഹിദ്ദീൻ കുട്ടി മുസ്ലിയാരെ പോലെ, കണ്യത്ത് ഉസ്താദിനെ പോലെ, ശംസുൽ ഉലമയെ പോലെ, പാണക്കാട് PMS പൂക്കോയ തങ്ങളെപ്പോലെ, അടുത്ത കാലങ്ങളിൽ നമ്മൾ പരിചയപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെ പോലെ, കോയക്കുട്ടി ഉസ്താദിനെ പോലെ, കാളമ്പാടി ഉസ്താദിനെ പോലെയുള്ള സാത്വികന്മാരായ പണ്ഡിതന്മാർ, അവർ മാതൃകായോഗ്യരായിരുന്നു, അനുകരണീയരായിരുന്നു. ഇൽമിന്റെ വിഷയത്തിലും തഖ്വയുടെ വിഷയത്തിലും ഏതെല്ലാം വിഷയങ്ങളിൽ ഒരു പണ്ഡിതനിൽ നിന്ന് പൊതുജനങ്ങൾക്ക് മാതൃക ലഭിക്കണമോ ആ വിഷയങ്ങളിലൊക്കെ 100% നിറഞ്ഞു നിന്ന മുൻഗാമികളായ പണ്ഡിതന്മാർ. ഇവരോട് സമം നിൽക്കാനും അവരോട് കൂടെ നിൽക്കാനും പണ്ഡിതന്മാരുടെ വേഷത്തിലും പണ്ഡിതന്മാരുടെ ഭാഷകളിലും സംസാരിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് ആഖിറു സമാനിന്റെ മുറ്റത്താണ് നമ്മളുള്ളത്. നമ്മൾ വിശ്വാസങ്ങളെ കർക്കശമായ രൂപത്തിൽ വിശ്വാസങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ ഊട്ടി ഉറപ്പിക്കണം. കാരണം അത് തട്ടിയെടുക്കാൻ പല രൂപങ്ങളിലും പല വേഷങ്ങളിലും ആളുകൾ സജീവമാണ്. 1926 ശേഷം കേരളത്തിലെ ജനങ്ങൾ മുഴുവനും അനുഗ്രഹീതരും മഹാഭാഗ്യവാന്മാരുമായിരുന്നു. അങ്ങനെ പറഞ്ഞത് ഈ കേരളത്തിന്റെ മണ്ണിൽ ജീവിച്ച മുഴുവൻ ആളുകൾക്കും പേടിക്കാനില്ലാത്തൊരു സാഹചര്യം, വിശ്വാസപരമായി കർമ്മപരമായി പേടിക്കാനില്ലാത്ത രൂപത്തിൽ മുന്നിൽ നിന്ന് നയിക്കാൻ ഈ പറയപ്പെട്ട ഗുണഗണങ്ങളുള്ള പണ്ഡിതന്മാർ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സമസ്തയിൽ നിന്ന് പല ആളുകളും മാറിപ്പോയിട്ടുണ്ട്. ഇത് ഇന്ത്യ രാജ്യമാണ്, സൗകര്യമുള്ളവർക്ക് സംഘടന ഉണ്ടാക്കാം, സംഘടനകൾ പ്രവർത്തിക്കാം, പ്രവർത്തിക്കാതിരിക്കാം, ഇതൊക്കെ ഓരോരുത്തരുടെയും അവകാശമാണ്. ഇത് മതേതരത്വ റിപ്പബ്ലിക്കൻ രാഷ്ട്രമാണ്. പക്ഷേ കേരളം പോലെയുള്ളൊരു സംസ്ഥാനങ്ങളിൽ ഏറ്റവും നല്ല സുസജ്ജമായ ഒരു സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, പടച്ചോനെ മാത്രം പേടിച്ചു ജീവിക്കുന്ന മുഖ്ലിസീങ്ങളായ പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന
ഒരു സംഘടന കേരളം പോലെയുള്ള സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ അവരെപ്പറ്റി പഠിച്ചവരും അവരെപ്പറ്റി കേട്ടറിഞ്ഞവരും അവരെപ്പറ്റി കൂടെ നിന്ന് അനുഭവിച്ചവരും അവർക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ അപകടകരമായ സാഹചര്യമാണ്. വിശുദ്ധ ഖുർആനിൽ മുഹാജിരീകളെയും അൻസ്വാരികളെയും പറ്റി പരിചയപ്പെടുത്തിയെടുത്ത് ഖുർആൻ നമ്മളോട് പറഞ്ഞൊരു ഭാഷ, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഹ്സാൻ. അൻസ്വാരികളും മുഹാജിരീങ്ങളും നന്മ കൊണ്ട് അവരെ പിൻപറ്റിയവരും റളിയല്ലാഹു അൻഹും വറളു അൻഹു. അൻസ്വാരികളും മുഹാജിരികളുമായ സുഹൃതം കൊണ്ട് ലോകത്ത് ഉന്നതമായ സ്ഥാനത്തെത്തിയ ഈ രണ്ട് വിഭാഗക്കാരെ നന്മ കൊണ്ട് ആ പിൻപറ്റിയവരെയും അല്ലാഹു തആല തൃപ്തിപ്പെട്ടവരാണ്. ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരായ പണ്ഡിതരെ അല്ലാഹു തൃപ്തിപ്പെട്ടവരാണ്. ഇവർ അല്ലാഹുവിനെ അങ്ങോട്ടും തൃപ്തിപ്പെട്ടവരാണ്. എന്റേത് അങ്ങനെ വ്യാഖ്യാനിച്ച ദുർവ്യാഖ്യാനമാണോ? അല്ല. കാരണം ഈ ആയത്തിൽ പറഞ്ഞത് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ഈ പറയപ്പെട്ട മുഹാജിരീങ്ങളെയും അൻസ്വാരികളെയും നന്മ കൊണ്ട് പിൻപറ്റിയവർ, കർമ്മങ്ങളെ കൊണ്ട് പിൻപറ്റിയവർ, വിശ്വാസം കൊണ്ട് പിൻപറ്റിയവർ ഞങ്ങളാണെന്ന് പറയാൻ ഈ മഹിതമായ സംഘടനയുടെ നേതൃത്വത്തിന് എന്നും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നന്മ കൊണ്ട് പിൻപറ്റിയവരാണ് തങ്ങളുടെ നേതൃത്വം എന്ന് പറയാൻ നമ്മൾക്കും എന്നും സാധിച്ചിട്ടുണ്ട്. പക്ഷേ വിശ്വാസങ്ങളെ കാർന്നു തിന്നുന്ന പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളെ കൊള്ളയടിക്കുന്ന ആളുകളും പിൻകാലത്ത് ഒരുപാട് രൂപങ്ങളിലും വേഷങ്ങളിലും വന്നു. ഞാൻ പഴയകാല ചരിത്രങ്ങളിലേക്കൊന്നും നീട്ടി പറയുന്നില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ദർശന ചാനലിൽ ഒരു ചർച്ച വന്നു. ആ ചർച്ച വരാനുള്ള കാരണം അതിന്റെ 2 ദിവസം മുമ്പ് സിറാജ് പത്രത്തിൽ ഒരു ലേഖനം വന്നു. എന്തായിരുന്നു സിറാജ് പത്രത്തിലെ ലേഖനം? മതത്തിന്റെ പേരിൽ ചിലർ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നു, അത് നിർത്തലാക്കണം കാന്തപുരം. ഇതായിരുന്നു ഹെഡിങ്. ആ പത്രത്തിലെ ഈ വാർത്ത കണ്ടപ്പോൾ നമ്മൾക്ക് വല്ലാത്തൊരു വിഷമം എന്നതിന് പറയാൻ പറ്റില്ല, വല്ലാത്തൊരു ചിരി നമുക്ക് വന്നു. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിന്റെ ഹെഡ്ലൈൻ അതായിരുന്നു, മതത്തിന്റെ പേരിൽ ചിലർ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നു. സത്യത്തിൽ കേരളത്തിന്റെ മണ്ണിലും കേരളത്തിന്റെ പുറത്ത് തമിഴ്നാടിന്റെ പല ഭാഗങ്ങൾ, കർണാടക, ലക്ഷദ്വീപുകൾ, അതുപോലെ തന്നെ ഗൾഫിൽ മലയാളികളുള്ള കേരളീയ സംസ്കാരമുള്ള ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിൽ മുഴുവനും ഒത്തൊരുമയോടെ പോകുന്ന, ഐക്യത്തോടെ പോകുന്ന സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാക്കി, വിഘടനത്തിന്റെ വാക്കുകൾ പറഞ്ഞു, പരസ്പരം വൈരാഗ്യങ്ങൾ ഉണ്ടാക്കി ഈ മനുഷ്യൻ മതത്തിന്റെ പേരിൽ വിദ്വേഷമുണ്ടാക്കുന്ന ചിലർ എന്ന് പറഞ്ഞ് ഇദ്ദേഹം നടത്തിയ ഒരു പത്രസമ്മേളനം വളരെ വലിയ അപഹാസ്യമായി പോയി. 2 ദിവസം കഴിഞ്ഞു ദർശന ചാനലിൽ അതൊരു ചർച്ച വന്നു. ആരാണ് മതത്തിന്റെ പേരിൽ വിദ്വേഷമുണ്ടാക്കിയവർ? ഒന്നിച്ച് ഒരു പള്ളിയിൽ ജുമുഅക്ക് പോയവർ, അവിടെ പ്രശ്നമുണ്ടാക്കി, പള്ളിയുടെ മുമ്പിൽ പള്ളിയുണ്ടാക്കി, ജ്യേഷ്ഠൻ ഈ പള്ളിയിലും അനുജൻ ആ പള്ളിയിലും, മദ്രസക്കിടയിൽ ഇടച്ചുമര് വെച്ചു. ഒരു ദിവസം നോമ്പും അതേ ദിവസം പെരുന്നാളുമായി. ഇങ്ങനെയുള്ള ഐക്യത്തിൽ പോയിരുന്ന സുന്നത്ത് ജമാഅത്തിനിടയിൽ ഏറ്റവും വലിയ വിള്ളലുണ്ടാക്കി, ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് സന്തോഷമുണ്ടാക്കുന്ന, വളവെച്ചു കൊടുക്കുന്ന പ്രവർത്തനം നടത്തിയ സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അതിന്റെ ശേഷം ഈ കാലം വരെ നടത്തിയ പ്രവർത്തനങ്ങൾ നാളെ പടച്ചവന്റെ മുമ്പിൽ കൈകട്ടി മറുപടി പറയേണ്ട ഏറ്റവും വലിയ ദുരന്തമായ സാഹചര്യമാണ് ഇന്ന് വിശ്വാസപരമായും സൗഹാർദ്ദപരമായും ഇന്ന് കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളുടെ പല ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചാനലിൽ ചർച്ച നടന്നു. ആ ചർച്ചയിൽ കാര്യങ്ങൾ വിശദീകരിച്ചത് ബിദ്അത്തിന്റെ നേതാവായ അബ്ദുള്ളയായിരുന്നു. അബ്ദുള്ള കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു. എന്നിട്ട് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് ആദ്യമായി നിങ്ങളെ കേൾപ്പിച്ച് വിഷയത്തിലേക്ക് കടക്കുകയാണ്. അബ്ദുള്ള കാര്യങ്ങളൊന്ന് വിശദീകരിക്കട്ടെ. അദ്ദേഹത്തോട് അംഗീകരിക്കുന്ന വിജയത്തോടും അതിനേക്കാൾ
ബഹുമാനീയനായ ഉസ്താദാണെന്ന് ഒരു സംശയവുമില്ല. അടുത്ത കാലങ്ങളിൽ മതത്തിന്റെ ഉള്ളിൽ ഭിന്നിപ്പുണ്ടാക്കിയത് അത് ചില്ലറ വിഷയമാണോ? ഇവിടെ അഖീദയിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. കർമ്മങ്ങളിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. അസുലിയായ കാര്യങ്ങൾ പോകട്ടെ, ഫുറൂഇയായ കാര്യങ്ങൾ തർക്കമുണ്ടോ? ഒന്നുമില്ല. എന്നിട്ട് മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ശക്തമായ ശത്രുക്കളെപ്പോലെ രണ്ട് ധ്രുവങ്ങളിലായി പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ടാക്കിയത് ഈ പറയപ്പെട്ട മനുഷ്യനാണ്. അതിന്റെ ജാള്യത മറച്ചുവെക്കാനാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത്, അങ്ങനെ മതത്തിന്റെ ഇടയിൽ വിദ്വേഷമുണ്ടാക്കിയവർ സമുദായത്തോട് മാപ്പ് പറയണം. ഇതെല്ലാം ഉണ്ടായിക്കൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇങ്ങനെ ഒന്ന് പറയാൻ കഴിയുക? അദ്ദേഹത്തോടുള്ള ഞാൻ തുറന്ന് പറയട്ടെ, യാതൊരു വെറുപ്പോടുകൂടിയല്ല ഞാൻ പറയുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നതായ അദ്ദേഹത്തിന്റെ ഉസ്താദന്മാരടക്കം പണ്ഡിതന്മാർ നേതൃത്വം നൽകിയ ഒരു സംഘടന ഇവിടെ ഉണ്ട്. ആ സംഘടന ഇപ്പോഴും വളരെ ഭദ്രമായി തന്നെ നിലകൊള്ളുന്നു. കുറെ ആൾക്കാരായിരുന്നു പോയി എന്നുള്ളത് ശരി. ആ സംഘടനയുടെ നേതൃത്വം വളരെ പക്വതയോടുകൂടിയുള്ള സമീപനം സ്വീകരിക്കുന്നു. കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗുരുവര്യൻ അടക്കമുള്ള ആളുകൾ വളരെ പക്വതയോടുകൂടെ പ്രവർത്തിച്ചു. ആ പക്വതയോടുകൂടെ പ്രവർത്തിച്ച ഉസ്താദുമാരെ പ്രതിക്കൂട്ടിലാക്കിയിട്ടാണ് ഈ പ്രവർത്തനം അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഉപദിഷ്ണുക്കൾ എന്ന് പറയുന്നതായ മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങളുടെ വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെ, എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ ശരീഅത്തിനെ പോലത്തെ വളരെ വിവാദപരമായ സമുദായം ഒന്നിച്ചു നിന്ന് പൊരുതേണ്ടതായ കാര്യങ്ങളിൽ അവർ ഒന്നിച്ചു നിൽക്കുന്നു. ആ ഒന്നിച്ചു നിൽക്കുന്നതിന്റെ ഭാഗമായി അബുൽ ഹസൻ അലി നദ്വി എന്ന് പറഞ്ഞ ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ പ്രശസ്തനായ പണ്ഡിതനെ കൊണ്ടുവന്നു. ശംസുൽ ഉലമ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നയം മുസ്ലിംകളുടെ പൊതുവിഷയങ്ങളിൽ ഒന്നിച്ചു നിൽക്കുക, ആദർശവും ആശയങ്ങളും പണയം വെക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ ആരുടെ മുമ്പിലും തുറന്നു പറഞ്ഞ് മുസ്ലിംകളുടെ പൊതുവിഷയങ്ങളിൽ ഒന്നിച്ചു നിൽക്കുക. ഇതൊരു സുതാര്യമായ നിലപാടാണ്. അത് സാമ്പത്തികം നോക്കിയിട്ടല്ല, അതല്ലെങ്കിൽ മറ്റു വല്ല ലാഭങ്ങൾ നോക്കിയിട്ടല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ മസ്ലഹത്ത് എന്ന നിലക്കാണ് സുതാര്യമായ ഒരു ഇടപാട്, ഒരു ഇടപെടൽ എന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തിയിട്ടുള്ളത്. നമ്മൾക്കറിയാം, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ അതിനിടക്ക് നമ്മുടെ 10 കളക്ഷന് വേണ്ടി വരുന്നുണ്ട്. ബിസ്മില്ലാ, എല്ലാവരും നന്നായി കൊടുക്കുക. നമ്മുടെ ഈ പരിപാടിക്കൊക്കെ വലിയ ചെലവുണ്ട്. അള്ളാഹു തആല നമ്മുടെ പരിപാടി വിജയിപ്പിക്കുമാറാകട്ടെ. എല്ലാവരും ഞാൻ വേഗം വിഷയങ്ങൾ പറഞ്ഞു പോവാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് ഈ വിഭാഗം മാറിപ്പോകുന്ന സമയത്ത് 2 ആരോപണങ്ങൾ അവരാരോപിച്ചു. 2 ആരോപണങ്ങളിൽ ഒരാരോപണം സമസ്തക്ക് ബിദ്അത്ത് ബന്ധമുണ്ടെന്നും രണ്ടാമത്തെ ആരോപണം രാഷ്ട്രീയ ബന്ധമുണ്ട് എന്നായിരുന്നു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിഷ്പക്ഷമായി എന്റെ സദസ്സിലുള്ള ആളുകൾ കേൾക്കുകയും മറ്റുള്ളവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. സമസ്തക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് ആരോപിച്ചവർ ഈ കഴിഞ്ഞ തൃശൂരിൽ നടന്ന അവരുടെ ഒരു ഉലമാ സമ്മേളനം, ആ സമ്മേളനത്തിന്റെ മുഖ്യ കാര്യദർശികളിൽ ഒരാളും അവരുടെ മുഷാവറ മെമ്പറിൽപ്പെട്ട ഒരാളും കാന്തപുരത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുമായ ഒരു സഖാഫി അവിടെ വെച്ച് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അവർ പുതുതായി ഉണ്ടാക്കിയ ഒരു സംഘടനയുണ്ട്, കേരള മുസ്ലിം ജമാഅത്ത്. ആ കേരള മുസ്ലിം ജമാഅത്തിനെ രാഷ്ട്രീയ പാർട്ടിയാക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആലോചിക്കണം. ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടൊരു കറാഹത്ത് പോലും ചെയ്യാത്ത കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും ഈ സംഘടനയുടെ നേതൃത്വ സ്ഥാനത്തു നിന്ന് കേരളത്തിലുള്ള 90% മുസ്ലിമീങ്ങളും അവർക്ക് പിന്നിൽ ഒത്തൊരുമയോടെ കെട്ടുറപ്പോടുകൂടെ അടിയുറച്ചു നിന്ന് അല്ലാ ബില്ലാ എന്ന ചിന്തയോടുകൂടെ സുസജ്ജമായി മുന്നോട്ടു പോകുന്ന സമയത്ത് ഇവർക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് ആരോപിച്ച് മാറിപ്പോയവർ കാലങ്ങൾ കുറെ കഴിഞ്ഞതിന്റെ ശേഷം, ആ മഹാന്മാരൊക്കെ പടച്ചവനിലേക്ക് മടങ്ങിയതിന് ശേഷം, കാലങ്ങൾ കുറെ കഴിഞ്ഞതിന് ശേഷം തങ്ങളും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു എന്ന നിലയിലേക്കുള്ള സംസാരം വന്നത് സമസ്തയുടെ കറാമത്തായിട്ട് മനസ്സിലാക്കുകയാണ്. തൃശൂരിൽ നടന്ന സമ്മേളനം നമുക്കറിയാം. ഇവർക്കൊരുപാട് സംഘടനയുണ്ട്. ആ സംഘടന അവസാനം അവരുണ്ടാക്കി കേരള മുസ്ലിം ജമാഅത്ത്. ഈ കേരള മുസ്ലിം ജമാഅത്ത് എന്ന സംഘടന സമസ്തയുടെ മഹല്ലുകളിൽ ശിഥിലീകരണമുണ്ടാക്കാനും സമസ്തയുടെ മഹല്ലുകളിൽ പ്രശ്നമുണ്ടാക്കാനുമാണെന്ന് പണ്ടേ നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞു. ഈ കഴിഞ്ഞ തൃശൂരിലെ സമ്മേളനത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയ പാർട്ടിയാക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുകയാണ്. ആ പ്രസംഗത്തിൽ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടിന്റെ പ്രസംഗത്തിന്റെ പ്രധാന ഭാഗം നിങ്ങളൊന്ന് കേൾക്കും.
എത്തിയിട്ടില്ല എന്ന തോന്നൽ നമ്മുടെ പണ്ഡിതന്മാരെ ചെറുതായി കാണാൻ നിങ്ങൾ ഉപയോഗിക്കരുത്. മറിച്ച് നമ്മുടെ പണ്ഡിതന്മാർ എത്ര വലുതായാൽ പോലും അവരെ പുറം ലോകത്തെത്തിക്കാനുള്ള ഒരു വഴി നമുക്കില്ല എന്നത് വസ്തുതയാണ്. ഇവിടെയാണ് ഖമറുൽ എന്ന് നമ്മളൊക്കെ അറിഞ്ഞിട്ടും എന്തേ നമ്മുടെ കൂട്ടത്തിൽ തന്നെ കുറെ ഉസ്താദുമാർ ഖമറുൽ എന്ന് മാത്രം പോരാ സുൽത്താനുൽ ഉലമ എന്ന് കൂടി കൊടുക്കണമെന്ന് തീരുമാനിച്ചത് എന്ന അർത്ഥം എനിക്കിപ്പോൾ ബോധ്യപ്പെടുകയാണ്. അതെ, ഏതാശയവും ശക്തമായി ഒരു സ്ഥലത്ത് അതിനെ വേറുറക്കണമെങ്കിൽ ശക്തമായൊരു സപ്പോർട്ട് വേണം. രാഷ്ട്രീയം നമ്മുടെ കൈവശമില്ല. ഈ പറഞ്ഞ എല്ലാവിധ ശാസ്ത്ര നിരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ ആ രൂപത്തിൽ മുന്നേറണമെങ്കിൽ ഭരണം വേണം. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ നമ്മുടെ കൈ രാഷ്ട്രീയമില്ല. നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി പറയാൻ നമുക്ക് രാഷ്ട്രീയം വേണം. ഈ തൃശ്ശൂരിലെ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, പണ്ട് അന്നവർ പറഞ്ഞത് സമസ്തക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട്, അതുകൊണ്ട് രാഷ്ട്രീയക്കാരുമായി ഇടപെടുന്നവരുമായി ഞങ്ങൾ ബന്ധപ്പെടില്ല എന്നാണ് പണ്ടവർ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞു നമുക്ക് കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയം വേണം. രാഷ്ട്രീയമില്ലാതിരുന്നാൽ കാര്യങ്ങൾ കൃത്യമായി നടക്കില്ല. ആ രൂപത്തിൽ മുന്നേറണമെങ്കിൽ ഭരണം വേണം. മുസ്ലിം ലീഗ് നമ്മളെ സപ്പോർട്ട് ചെയ്യുമോ? ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. നമുക്ക് മുസ്ലിം ലീഗിനോട് നമ്മുടെ പദ്ധതി അങ്ങോട്ട് അവതരിപ്പിക്കാൻ പറ്റുമോ? ചർച്ച ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ നമുക്കൊരു പകരം സംവിധാനം ഉണ്ടാക്കിക്കൂടെ എന്ന് ചർച്ച ചെയ്യാവുന്നതാണ്. ഇതിനൊന്നും നിങ്ങളാരും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് മുസ്ലിം ജമാഅത്തിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറ്റേണ്ടി വരുമോ എന്ന് ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും എന്നൊരു പക്ഷേ സൂചന നൽകേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ തങ്ങൾ അവസാനമുണ്ടാക്കിയ സംഘടനയായ കേരള മുസ്ലിം ജമാഅത്തിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾക്ക് ആലോചിക്കാവുന്നതാണ്. നമ്മുടെ നേതാക്കന്മാർ പണ്ട് തന്നെ പറഞ്ഞു, ഈ കേരള മുസ്ലിം ജമാഅത്ത് മഹല്ലുകളിൽ ശിഥിലീകരണവും നാടുകളിൽ പ്രശ്നങ്ങൾക്കപ്പുറത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു സംഘടനയാണ്. നോക്കൂ നിങ്ങൾ, കേരള മുസ്ലിം ജമാഅത്ത് ഈ പേരുള്ളൊരു സംഘടന ഒരു മഹലിൽ യൂണിറ്റ് ഉണ്ടാക്കിയാൽ എന്തായിരിക്കും? ആ മഹലിന്റെ യൂണിറ്റിന്റെ പേരെന്തായിരിക്കും? ഉദാഹരണം പറയാം, എന്റെ മഹല്ല് കുഴിമണ്ണ മഹല്ലാണ്. ഈ കുഴിമണ്ണ മഹല്ല് ജമാഅത്ത് ഒരുപാട് വർഷമായി ഞങ്ങളുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നു. ആ മഹല്ലിൽ ഇവരുടെ സംഘടനയ്ക്കൊരു യൂണിറ്റ് ഉണ്ടായാൽ എന്തായിരിക്കും ആ യൂണിറ്റിന്റെ ആ സംഘടനയുടെ പേരെന്താ? കുഴിമണ്ണ മഹല്ല് മുസ്ലിം ജമാഅത്ത്. ഇതിന്റെ പേരിൽ അങ്ങാടിലൊരു ബോർഡ് വെക്കും. ഈ ബോർഡ് വായിക്കുന്ന ഒരാൾ മനസ്സിലാക്കരുത്, ഔദ്യോഗികമായ കുഴിമണ്ണ മഹല്ല് മുസ്ലിം ജമാഅത്തിന്റെ ബോർഡാണിതെന്ന് മനസ്സിലാക്കും. സത്യത്തിൽ ഇവിടെ കുഴിമണ്ണ മഹല്ല് വേറെയുണ്ട്. ഇത് ഈ കുഴിമണ്ണ മഹല്ല് മുസ്ലിം ജമാഅത്ത്, കൊണ്ടോട്ടി മഹല്ല് മുസ്ലിം ജമാഅത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ആ നാടിനോട് നിസ്ബ ചെയ്ത് ആ നാടിന്റെ പേരിനോട് കൂടെ മുസ്ലിം ജമാഅത്ത് ചേർത്തെഴുതി മഹല്ലുകളിൽ യഥാർത്ഥമായ മഹല്ലിൻ പേരെന്താണ്, ഇവരുടെ സംഘടന ഏതാണെന്ന് സാധാരണക്കാരായ ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ അതിന്റെ പേരിലും ചൂഷണം നടത്താനും മഹല്ലുകൾ പിടിച്ചടക്കാനുമുള്ള ഒരു ഗൂഢമായ ലക്ഷ്യമാണ് കേരള മുസ്ലിം ജമാഅത്ത്. നമ്മൾക്കറിയാം, നമ്മുടെ പണ്ഡിതന്മാർ അന്ന് തന്നെ പറഞ്ഞു ഈ സംഘടന അപകടകരമാണ്. ഇപ്പോൾ തൃശ്ശൂരിലെ സമ്മേളനം കഴിഞ്ഞപ്പോൾ അവർ പരസ്യമായി പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയ പാർട്ടിയാക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സമസ്തയുടെ മുൻകാലത്ത് കഴിഞ്ഞുപോയ നേതാക്കന്മാരുടെ നയനിലപാടുകൾ സത്യമായിരുന്നു എന്നും കാലോചിതമായിരുന്നു എന്നും പിൻകാലത്തുള്ള ചരിത്രങ്ങളും സംഭവവികാസങ്ങളും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ കേരള മുസ്ലിം ജമാഅത്ത് രൂപീകരിച്ചതിന് ശേഷം ഒരു ചാനലുകാരൻ, ഒരു പത്രക്കാരൻ കാന്തപുരത്തോട് ചോദിച്ചു, എന്താണ് ഈ സംഘടന? അദ്ദേഹം പറഞ്ഞു, ഇതൊരു മുസ്ലിം ബഹുജന സംഘടനയാണ്. അപ്പൊ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് സംഘടന കുറെ ഉണ്ടല്ലോ, കുട്ടിയാക്കുണ്ട്, വലിയോൽക്കുണ്ട്, എല്ലാവർക്കും സംഘടന ഉണ്ട്, ഇനി എന്തിനാണ് ഒരു സംഘടന? അദ്ദേഹം പറഞ്ഞു, ഇതൊരു ബഹുജന സംഘടനയാണ്, എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന ഒരു സംഘടന. ഇത് അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞു, കാന്തപുരത്തിന്റെ ഈ വാക്ക് ഗൗരവത്തിലെടുക്കണം. ബഹുജനങ്ങളെ സംഘടിപ്പിച്ചൊരു സംഘടനയുണ്ടാക്കി സമസ്തക്കെതിരെ തിരിയാനുള്ള പുതിയൊരു വടിയാണ്. ഈ സംഘടനയിൽ പെണ്ണുങ്ങൾക്ക് പോലും മെമ്പർഷിപ്പ് കൊടുക്കുമെന്നും പെണ്ണുങ്ങളെപ്പോലും നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്നും ഇദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പറയട്ടെ അദ്ദേഹം. ആവുക എന്നുള്ളതാണ് ഒരു സമ്മർദ്ദ ശക്തിയാവുക. അല്ല, അങ്ങനെയില്ല.
സമ്മർദ്ദം ഇപ്പോഴും ഉണ്ട് ആവശ്യത്തിനനുസരിച്ച്. അതുപോലെ വേണ്ടി വന്നാൽ അപ്പോഴും ഉണ്ടാകും. ബഹുജനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തും. ബഹുജനങ്ങൾ എന്ന് പറയുമ്പോൾ സ്ത്രീകൾ അതിൽ ഉൾപ്പെടും. ബഹുജനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അതിൽ ഉൾപ്പെടുമോ? കാന്തപുരത്തോട് ചോദ്യം. എന്താ അയാൾ പറഞ്ഞത്? ബഹുജനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഉൾപ്പെടും. അന്ന് ആരും ഇത് ഗൗരവത്തിലെടുത്തില്ല. ഈ ബഹുജന സംഘടന ഞങ്ങൾ സ്ത്രീകൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കും, ഇത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പാർട്ടിയാക്കുമെന്ന് തൃശൂരിൽ വെച്ച് പ്രഖ്യാപിച്ചതും പെണ്ണുങ്ങൾക്ക് ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുക്കുമെന്ന് മുമ്പ് പറഞ്ഞതും കൂട്ടിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഇവരുടെ പക്കൽ നിന്ന് അരുതാത്ത പലതും സംഭവിക്കുന്നു എന്ന് നമ്മൾ ഭയപ്പെടുകയാണ്. പറയട്ടെ. ബഹുജനങ്ങൾ എന്ന് പറയുമ്പോൾ സ്ത്രീകൾ അതിൽ ഉൾപ്പെടും. സ്ത്രീകൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസവും സ്ത്രീകൾക്ക് ആവശ്യമായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനും ഈ സംഘടന പ്രവർത്തിക്കും. ഈ സ്ത്രീകൾക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സംഘടന ആവശ്യമില്ല. ഇവിടെ SKSSF കേരളത്തിന്റെ മണ്ണിലും കേരളത്തിന്റെ പുറത്തും മറ്റുള്ള സംഘടനകൾക്ക് ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അല്ലാത്തവർക്കും വിദ്യാഭ്യാസ മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടം നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതിന് SKSF-ന് പെണ്ണുങ്ങൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ടല്ല, SYS-ൽ പെണ്ണുങ്ങൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തതുകൊണ്ടാണ് SYS-ന്റെ പ്രവർത്തനങ്ങൾ സ്ത്രീകളിലേക്ക് വ്യാപിപ്പിച്ചത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നന്മകൾ മുഴുവനും ആണുങ്ങൾക്ക് ലഭിക്കും പോലെ പെണ്ണുങ്ങൾക്ക് ലഭിക്കണില്ലേ? ഉണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പെണ്ണുങ്ങൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തതുകൊണ്ടാണോ? അല്ല. അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാതെ ഈ ആശയങ്ങളും ഇതിന്റെ സഹായങ്ങളും അവരിലേക്കും കൂടെ എത്തിച്ചു കൊടുക്കുക എന്നത് സുന്നത്ത് ജമാഅത്തിന്റെ സുതാര്യമായ പ്രവർത്തനമാണ്. അദ്ദേഹം പറഞ്ഞു, വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ പെണ്ണുങ്ങളിലേക്ക് എത്തിക്കാൻ അവരെയും കൊടുക്കും, ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുക്കും. ബഹുജന സംഘടനയുടെ മുന്നണിയിൽ സ്ത്രീകളെ ഉൾപ്പെടുത്താൻ കഴിയുമോ? അടുത്ത ചോദ്യം, ഈ സംഘടനയുടെ മുന്നണിയിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തുമോ? കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വ സ്ഥാനത്ത് സ്ത്രീകളെ ഉൾപ്പെടുത്തുമോ? അടുത്ത ചോദ്യം, അദ്ദേഹത്തിന് മറുപടി. ബഹുജന സംഘടനയിൽ മെമ്പർഷിപ്പ് സ്ത്രീകൾക്ക് കൊടുക്കണമോ കൊടുക്കണ്ടയോ എന്ന കാര്യം തീരുമാനമായിട്ടില്ല. എന്താ നിങ്ങൾ തീരുമാനിക്കാത്തത്? സുന്നികളെ സംബന്ധിച്ചാവുമ്പോൾ തീരുമാനിക്കണ്ടേ? ഞങ്ങൾ സ്ത്രീകളെ രംഗത്ത് കൊണ്ടുവരൂല, ഞങ്ങൾ സ്ത്രീകൾക്ക് സംഘടന നേതൃത്വ സ്ഥാനം ഞങ്ങൾ കൊടുക്കൂല. പാരമ്പര്യം അങ്ങനല്ല. സമസ്തയുടെ കഴിഞ്ഞുപോയ നേതാക്കന്മാർ അങ്ങനെ ചെയ്തിട്ടില്ല. ഇസ്ലാമിൽ അങ്ങനെ സംഭവമില്ല. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുക്കൂല എന്നല്ല പറയേണ്ടത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. എന്നിട്ട് ഞങ്ങളിപ്പോൾ രൂപീകരിച്ചതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ചർച്ച ചെയ്തതിന് ശേഷം മെമ്പർഷിപ്പ് കൊടുക്കാനോ കൊടുക്കാതിരിക്കാനോ രണ്ടും തീരുമാനമായിട്ടില്ല. അക്കാര്യത്തിലൊരു താത്വിക നിലപാട് നേരത്തെ ഉണ്ടല്ലോ. ഉണ്ട്. നിലപാട് കൊണ്ട് ഞങ്ങൾക്ക് എത്ര മെമ്പർമാർ ഇവിടെ ഞങ്ങളുടെ പ്രവർത്തനത്തോട് യോജിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി ചിലപ്പോൾ സ്ത്രീകളെ മെമ്പർമാരായി പരിഗണിക്കാം എന്നും ഞങ്ങൾക്ക് എത്ര ആളുകൾ ഓരോരോ നാട്ടിലുണ്ട് എന്ന് തെളിയിക്കാൻ ഒരു പക്ഷേ ഞങ്ങൾ സ്ത്രീകളെയും മെമ്പർമാരായി ചേർത്തേക്കാം. ഇതൊക്കെ അന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ നമ്മളെ ആളുകളാരും വിലക്കെടുത്തില്ല. ഇയാൾ എന്നിങ്ങനെ ഓരോ ദിവസം ഓരോരു കളവ് പറയാറുണ്ട്. അത് അങ്ങനത്തെ ഒരു കളവായിട്ട് നമ്മൾ കൂട്ടി. പക്ഷേ ഇത് ഗൗരവമുള്ളൊരു വിഷയമായിരുന്നു. ഭാവിയിൽ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാക്കാനുള്ള ഗൂഢമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ സംസാരം എന്ന് നമ്മൾ പലരും മനസ്സിലാക്കിയില്ല. അപ്പൊ സ്ത്രീകളെയും നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. എത്ര ഗൗരവമുള്ള വാദങ്ങളാണിത്! സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങൾക്ക് ഒരു നിരക്കും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഒരു കാലത്ത് ഇവർ പ്രസംഗിച്ചെന്താ നിങ്ങള്? ഞങ്ങളുടെ വിശ്വാസങ്ങളിൽ, കർമ്മങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ, നോട്ടീസുകളിൽ, അനൗൺസ്മെന്റുകളിൽ എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾക്ക് സുന്നിയാണ്. സുന്നി വിട്ടൊരു കളിയില്ല. സുന്നി വിട്ടൊരു കളി ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ സംഘടന സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, സുന്നി വിദ്യാഭ്യാസ ബോർഡ്, സുന്നി ജംഇയ്യത്തുൽ ഉലമ, സുന്നി വയല്, സുന്നി കുത്തുബിയത്ത്, സുന്നി റാത്തീബ്, സുന്നി ഹദ്ദാദ്, സുന്നില്ലാത്തൊരു പരിപാടിയില്ല എന്ന് പ്രസംഗിച്ചവർ കേരള മുസ്ലിം ജമാഅത്ത് രൂപീകരിക്കലോടുകൂടെ സുന്നത്ത് ജമാഅത്തിന്റെ അഡ്രസ്സിൽ നിന്ന്, പേരിൽ നിന്നും പിന്നീട് ആശയങ്ങളിൽ നിന്നും ബഹുദൂരം പിന്നോട്ട് സഞ്ചരിച്ചത് സമസ്തയുടെ പ്രവർത്തകന്മാരായ നമ്മളെങ്കിലും അത് മനസ്സിലാക്കണം. ആ വിഷയത്തെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ നമ്മൾക്ക് വേണം. ഇവരുടെ നേതാക്കന്മാരിൽ പ്രമുഖനായ കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി
ഒരിക്കൽ പ്രസംഗിച്ചത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. സുന്നില്ലാത്ത കളി ഞമ്മക്കില്ല എന്നാ അന്ന് അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗം ഒന്ന് കേൾക്കി നിങ്ങള്. അതിന്റെ ചുരുക്കമാണ് സുന്നി എന്നത്. ആ സുന്നി എന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സംഘടനകളുടെ എല്ലാം ആദ്യത്തിൽ കാണുന്ന എസ്. ഇപ്പൊ നമ്മളെ മദ്രസയിലെ കുട്ടിയൊക്കെ സംഘടന ഉണ്ട്, SBS എന്ന് അതിന് പറയാം. ഇവിടെല്ലോ സാറ് ഉണ്ട് SBS, സുന്നി ബാലസംഘം, സുന്നി വിശ്വാസികളായ കുട്ടികളുടെ കൂട്ടായ്മ. അതിന് കുറച്ചും കൂടി മീതൊക്കെ പോയാൽ SSF, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. അതിന് കുറച്ചും കൂടി പേരൊക്കെ പോകുമ്പോൾ SYS, സുന്നി യുവജന സംഘം. ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി പുസ്തകങ്ങളൊക്കെ തയ്യാറാക്കി വന്നു നോക്കുമ്പോൾ അതിന് പേര് സുന്നി വിദ്യാഭ്യാസ ബോർഡ്. അതിന്റെ ഉസ്താദുമാരായ കാവൽ ഭടന്മാർക്ക് പേര് സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ. ഇതിന് നേതൃത്വം നൽകുന്ന പണ്ഡിത സഭക്ക് സുന്നി ജംഇയ്യത്തുൽ ഉലമ, സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ. കണ്ടോ അദ്ദേഹം പറഞ്ഞത്? സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയാണ് അവരുടെ സംഘടന, സമസ്തല്ല. സമസ്ത എന്ന പേര് ദുരുപയോഗം ചെയ്യുന്ന കടുത്ത നിഫാഖും കാപ്പട്യവും വഞ്ചനയുമാണ്. അവരെ സമസ്തക്കെതിരെ ഉണ്ടാക്കിയ സംഘടനയുടെ പേര് സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയാണ്. പക്ഷേ പിന്നീടുണ്ടാക്കിയ സംഘടനയിൽ സുന്നി കാണാനില്ല. ആ സുന്നിസം പണയപ്പെടുത്തി കേരള മുസ്ലിം ജമാഅത്തിൽ എവിടെയാണ് സുന്നി? ആ സുന്നി സമയപ്പെടുത്തി ബഹുജനങ്ങളെ സംഘടിപ്പിച്ച് സമസ്തക്കെതിരെ ഒരു ബദൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനുള്ള ഗൂഢമായ തന്ത്രമാണ് ഈ കേരള മുസ്ലിം ജമാഅത്തിന്റെ ഈ പിറവിയിലൂടെ അവർ കണ്ടിട്ടുള്ളത്. ഏതാനും കാലങ്ങൾ കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തമായോ അവ്യക്തമായോ തങ്ങളുടെ അനുധാവനം ചെയ്യുന്ന സ്ഥാനാർത്ഥികളെ നിർത്തി തെരഞ്ഞെടുപ്പിനെ പോലും നേരിടാനുള്ള രഹസ്യമായ ധാരണകൾ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവർക്ക് രാഷ്ട്രീയ പാർട്ടി വേണ്ടാന്നോ അങ്ങനെ ധാരണ ഉണ്ടാക്കാൻ പാടില്ലാന്നോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സബിൽ മുബീഖാത്താണെന്നല്ല ഞാൻ പറയണത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് ആരോപിച്ചു പുറത്തുപോയവർ ഇന്ന് എത്തി നിൽക്കുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് ആലോചിക്കാനാണ് ഞാൻ ഈ പറയണത്. ഇതിന്റെ ചെറിയൊരു LKG ഒരു പഠനമാണ് മണ്ണാർക്കാട് വെച്ച് നടത്തിയത്. സുബ്ഹാനല്ലാഹ്, ഞാനതിലേക്കൊന്നും വിശദമായി കടക്കുന്നില്ല. മണ്ണാർക്കാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ചരിത്രം തമിഴ്നാട്ടുകാരായ നിങ്ങളും വ്യക്തമായി കണ്ടവരും അറിഞ്ഞവരും ആസ്വദിച്ചവരുമാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിസ്കാരത്തിന് പോലും ലീവ് കൊടുത്തു. പള്ളിക്കും മദ്രസക്കൊക്കെ ലീവ് കൊടുക്കലുണ്ട്, കോളേജിനൊക്കെ. ഇത് നിസ്കാരത്തിന് പോലും ലീവ് കൊടുത്തിട്ട് പ്രചരണത്തിന് ഇറങ്ങി. സുബ്ഹാനല്ലാഹ്. അന്ന് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ശംസുദ്ദീനെതിരെ സജീവമായി രംഗത്തിറങ്ങി അവിടുത്തെ മുത്തഅല്ലിമീങ്ങൾ. നമ്മൾ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മുത്തഅല്ലിമീങ്ങൾ മണ്ണാർക്കാട് അവർക്കൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന്റെ മുറ്റത്തായിരുന്നു LDFന്റെ പ്രചരണ വാഹനം പാർക്ക് ചെയ്തിരുന്നത്. രാവിലെ അവിടെ നിർത്തിയിടും, രാത്രി നിർത്തിയിട്ടിട്ട് രാവിലെ പ്രചരണത്തിന് ഇറങ്ങിയിട്ട് രാത്രി വീണ്ടും അവിടെ വരും. അവർ രാവിലെ പ്രചരണ വാഹനം പുറപ്പെടുന്ന സമയത്ത് ആ കോളേജിലെ മോജേരിറ്റിയൊക്കെ ലീവാണ്, തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുന്നത് വരെ. കുട്ടികൾ മുഴുവൻ ഇതിൽ കയറിയിട്ട് പല ഭാഗത്തേക്കും ഇങ്ങനെ പോവാണ്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ജീപ്പിന്റെ ഡ്രൈവർ, അയാളൊരു ഹിന്ദുവാണ്, അയാൾ മറ്റൊരു മുസ്ലിമിനോട് ചോദിച്ചു, തെരഞ്ഞെടുപ്പിന്റെ അന്ന് നിസ്കാരമില്ല, ലീവാണോ എന്ന് ചോദിച്ചു. കാരണം അയാളൊരു നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളാണ്. അതെന്തെന്ന് ചോദിച്ചു. അല്ല, ഈ മൂല്യരട്ടി ആളാരും നിസ്കരിക്കരേ, ഞങ്ങളെ കൂടെ അങ്ങനെ പോലും, ഞങ്ങൾ ചോറ് വയ്ക്കുമ്പോൾ പോലും ചോറ് വയ്ക്കും, ഞങ്ങൾ ചായ അടിക്കുമ്പോൾ പോലും ചായ അടിക്കും, ഞങ്ങൾ നാസ്തയ്ക്കും പോലും നാസ്തയ്ക്കും. ഞാൻ പിന്നെ ഹിന്ദു ആയതുകൊണ്ട് ഞാൻ നിസ്കരിക്കലില്ല, പോലും നിസ്കരിക്കലില്ല. അപ്പം ഇത് കോളേജിനൊക്കെ ലീവ് കൊടുക്കണമായിരുന്നു, നിസ്കാരത്തിന് ലീവാണോ എന്നൊരു ഹിന്ദു ചോദിക്കുകയാണ്. ഈ നിരക്ക് ആ എല്ലാ കോളേജുകൾക്കും ദർസുകൾക്കും മദ്രസകളിൽ പലർക്കും ലീവ് കൊടുത്തു. നിസ്കാരം പോലും ഉപേക്ഷിച്ച് തനിച്ച രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി അവരിറങ്ങി. പക്ഷേ പണ്ടവർ പ്രസംഗിച്ചതും ഇന്നവർ പ്രസംഗിക്കുന്നതും രണ്ടും കൂടി വായിക്കുമ്പോഴാണ് കടുത്ത നിഫാഖിന്റെ, കടുത്ത വഞ്ചനയുടെ ഏറ്റവും വലിയ ഗോഡൌണാണ് അവർ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എങ്ങനെയാണ് അവരുടെ പിന്നാലെ കൂടിയാൽ സ്വർഗത്തിലെത്തിപ്പെടുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, ലക്ഷ്യം നന്നായാൽ പോരാ, മാർഗവും കൂടെ നന്നാവണം. ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ മാർഗം നന്നാവണമല്ലോ. ആ മാർഗവും കൂടെ നന്നായെങ്കിലേ ലക്ഷ്യത്തിലേക്ക് എത്തുകയുള്ളൂ. പണ്ടവർ പ്രസംഗിച്ചിരുന്നു. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പഴയ ഒരു പ്രസംഗമുണ്ട്. അന്ന് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, നമുക്ക് രാഷ്ട്രീയം വേണ്ട, LDF UDF അങ്ങനൊന്നും നമുക്ക് വേണ്ട, നമുക്ക് അല്ലാഹ് മാത്രം മതി.
ആ തോടിന് പിന്നിലിരുത്തിയിട്ടാണ് ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ ഹുസൈൻ സഖാഫി പറഞ്ഞത്, കേരള മുസ്ലിം ജമാഅത്ത് ഈ കോലത്തിൽ പോകുകയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയാക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടി വരും. പേരോടിന്റെ പഴയ പ്രസംഗം ഒന്ന് കേൾക്കി നിങ്ങള്. നിങ്ങൾ ഇടതുപക്ഷം നോക്കണ്ട, വലതുപക്ഷം നോക്കണ്ട, നിങ്ങൾ അള്ളാനെ മുറുകെ പിടിക്കണം. ഒരിടതും വലതുമല്ല നമ്മളെ ദീന് നിയന്ത്രിക്കുന്നത്, അള്ളയാ നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ SYSന്റെ പ്രവർത്തകരെ, SSFന്റെ പ്രവർത്തകരെ, നമ്മൾ രാഷ്ട്രീയത്തിന്റെ കൊടിയും പിടിച്ച് നടക്കാനുള്ളവരല്ല. ഇത് പഴയ കൗല. കിതാബ് നോക്കിയാൽ കാണാൻ ജദീദായ കൗലും ഖദീമായ കൗലും ഉണ്ടാവും കിതാബില്, പഴയതും പുതിയതും. ഈ ക്രിസ്ത്യാനിയാക്കത് നല്ലോണം തിരിയും. വത്തിക്കാൻ വെച്ച് മാർപ്പാപ്പയുടെ അധ്യക്ഷതയിൽ യോഗം കൂടി മുമ്പുള്ള തീരുമാനത്തെ മാറ്റലുണ്ട്, പുതിയ തീരുമാനം എടുക്കലുണ്ട്. അപ്പൊ പഴയ തീരുമാനം അങ്ങനെയാണ്, നമുക്ക് രാഷ്ട്രീയമൊന്നും വേണ്ട, നമുക്ക് ഇടതും വേണ്ട, നമുക്ക് വലതും വേണ്ട, നമുക്ക് അല്ലാഹു മതി എന്നത് പഴയ കൗലാണ്. എന്നിട്ട് നമ്മൾ അല്ലാഹുവിന്റെ ദീനിന് പ്രവർത്തിക്കാൻ നമ്മളെ ഉള്ളൂ, രാഷ്ട്രീയവും കൊണ്ട് നടക്കട്ടെ. അതന്നെ നമുക്കും പറയാനുള്ള, രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം കൊണ്ട് നടക്കട്ടെ, പണ്ഡിതന്മാരുടെ ഡ്യൂട്ടി എടുക്കട്ടെ, ബിസിനസ്സുകാരുടെ ഡ്യൂട്ടി എടുക്കട്ടെ, മുത്തഅല്ലിമീങ്ങളുടെ ഡ്യൂട്ടി എടുക്കട്ടെ. ഓരോരുത്തരും അവനവന്റെ ഡ്യൂട്ടി എടുക്കണം. ബിസിനസ്സുകാരുടെ ഡ്യൂട്ടി മൂല്യമാരെടുത്താൽ അതങ്ങനെ ഉണ്ടാവും. കള്ളന്മാരുടെ ഡ്യൂട്ടി മൂല്യമാർ ഏറ്റെടുത്താൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? തട്ടിപ്പാരുടെ ഡ്യൂട്ടി മൂല്യമാർ ഏറ്റെടുത്താൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? കള്ളന്മാരുടെ ഡ്യൂട്ടി കള്ളന്മാർ ചെയ്യട്ടെ, അവർ കൃത്യമായിട്ട് അവർ ചെയ്യട്ടെ. ആ കള്ളൻ ചെയ്യേണ്ട ഡ്യൂട്ടി മൂല്യമാര് ചെയ്താൽ എന്തായിരിക്കും അതിന്റെ ഹാല്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. രാഷ്ട്രീയക്കാർ അവർക്ക് പ്രത്യേകമായ ലക്ഷ്യങ്ങളുണ്ട്, രാഷ്ട്രീയക്കാർക്ക് പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡവും ആ ലക്ഷ്യവും ആ രൂപത്തിലുള്ള പ്രവർത്തനം പണ്ഡിതന്മാർ ചെയ്താൽ എങ്ങനെ ഉണ്ടാകും? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് രാഷ്ട്രീയക്കാരെ പണിയെടുക്കട്ടെ. നേരെ മറിച്ച് ആ ജോലി പണ്ഡിതന്മാരെടുത്താൽ സമുദായത്തിലുള്ള പേരും പെരുമയും മാന്യതയും നഷ്ടപ്പെടും. അതിൽ പിന്നെ വിലപിച്ചിട്ടും സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നമ്മൾ അല്ലാഹുവിന്റെ ദീനിന്റെ 100% പ്രവർത്തകരാകണം, സജീവമായ പ്രവർത്തകരാകണം. ഇങ്ങനെയാണ് പ്രസംഗിച്ചിട്ട് ശരീരത്തിന് രോമങ്ങളൊക്കെ എടുത്ത് നീണിച്ച് നിൽക്കുന്ന പ്രസംഗമൊക്കെ നടത്തിയ പഴയ കാലത്ത്. രാഷ്ട്രീയം വേണ്ട, അത് വേറെ പ്രവർത്തകരാണ് നടത്തേണ്ടത്. നമുക്ക് അല്ലാഹുവിന്റെ ദീന് മുറുകെ പിടിക്കണം, ദീന് മാത്രം നടത്തി നമ്മൾ പ്രചരണം നടത്തണം. ഇതേ മർക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പരസ്യമായി രാഷ്ട്രീയത്തിന് വേണ്ടി പ്രമേയം പാസാക്കുകയും തങ്ങൾക്ക് അനുകൂലമല്ലാത്ത സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടി അവ്യക്തമായി പ്രചരണം നടത്തുകയും ചെയ്തത് സമസ്തയുടെ കറാമത്തായി എന്നും നമ്മൾ മനസ്സിലാക്കുകയാണ്. പഴയ കാലത്ത് ഈ ആരോപണം ഉന്നയിച്ച് മാറിപ്പോയവർ ഇന്ന് ഈ ആരോപണം ചുമലിലേറ്റി നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ നിലനിൽക്കുന്ന പ്രസ്ഥാനം, നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം. നമ്മൾ എവിടെയാണോ നിന്നത്, ആരെ പിന്നിലാണോ നമ്മൾ നിന്നത്, നമ്മുടെ മുമ്പിൽ ആരാണോ നിന്നത്, ആ മുമ്പിൽ നിന്നവർ സ്വർഗത്തിലേക്ക് സമുദായത്തെ കൊണ്ടുപോകാൻ പര്യാപ്തമായ തഖ്വയും ഇൽമും അമലും എല്ലാം ഉള്ളവരാണെന്ന് എക്കാലത്തും നമുക്ക് പറയാൻ കഴിയും. ആദർശത്തിലോ ആദർശപരമായി പാപ്പരത്വത്തിലാണെന്ന് ഇന്ന് അവരുടെ കൂട്ടത്തിൽ മുഖാമുഖം നടത്താൻ ആളില്ല, ഖണ്ഡനം നടത്താൻ ആളില്ല, തർക്ക വിഷയങ്ങളിൽ സംസാരിക്കാൻ ആളില്ല. എല്ലാ വിഷയങ്ങളിൽ നിന്നും മാറി കാരുണ്യ പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങി. ഒരു കാലത്ത് ഞാൻ ഓർക്കുകയാണ്, സുന്നത്ത് ജമാഅത്തിന്റെ ഊടും പാവവും ഞങ്ങളിലാണെന്നും സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാം ഞങ്ങളാണെന്ന് ഒരു കാലത്ത് പ്രസംഗിച്ചും എഴുതിയും നടന്നിരുന്നവർ ഇന്ന് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ ആളില്ല. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പഴയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയാണ്, ബിദ്അത്തുകാരോട് മിണ്ടരുത്, ബിദ്അത്തുകാരോട് കൂടെ കൂടരുത്, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കരുത്, അവരെ കണ്ടാ മിണ്ടരുത്. ആ നിലക്ക് ബിദ്അത്തുകാരുമായി ശക്തമായ നിലപാട് സ്വീകരിക്കണം. കാലം കുറെ കഴിഞ്ഞു. ഈ കഴിഞ്ഞ മർക്കസ് സമ്മേളനത്തിൽ മുജാഹിദിന്റെ നേതാക്കന്മാര് വരെ വിവിധങ്ങളായ സെഷനുകളിൽ പ്രസംഗിക്കാനും ക്ലാസ് എടുക്കാനും വന്നതിനെ സംബന്ധിച്ച് ചോദിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ മറുപടി മർക്കസാണ്, പലരും വരും, പലരും പ്രസംഗിക്കും, പലരെയും ഞങ്ങൾക്ക് കൊണ്ടുവരേണ്ടി വരും എന്നൊരു നയത്തിലേക്ക് ആദർശപരമായി ഏറ്റവും തരം താഴ്ന്നത് അവർക്ക് സംഭവിച്ച ആദർശ പാപനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പേരോട് പറയട്ടെ,
സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് വർധനമുണ്ടാകുന്ന ഒരു പ്രവർത്തനവും നടത്തരുത്. വലായുദൈനുഹും, അവരോട് കൂട്ടുകെട്ടി പോകരുത്. ഇത് പഴയ പ്രസംഗമാണ്. ബിദ്അത്തുകാർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന പണി നമ്മൾ ചെയ്യരുത്, അവരോട് കൂട്ടുകെട്ട് നടത്തരുത്, അവരെ കൂട്ടുകാരാക്കരുത്. അവരോട് കൂട്ടുകെട്ടി പോകരുത്. വലായുസല്ലിമ അലൈഹിം, അവർക്ക് സലാം പറയരുത്. അന്ന ഇമാമന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഖാല മൻ സല്ലമ അലാ സാഹിബി ബിദ്അത്തിൻ ഫഖദ് അഹബ്ബ, സുന്നത്ത് ജമാഅത്ത് അല്ലാത്തവനും വല്ലവനും സലാം ചൊല്ലി സ്നേഹം പ്രകടിപ്പിച്ചാൽ. നിങ്ങൾക്ക് എന്തേ മനസ്സിലാവുണ്ടോ? നിങ്ങളോടാ ചോദിക്കണം, നിങ്ങൾക്ക് തിരിയുണ്ടോ? എനിക്കിങ്ങോട്ടൊന്നും തിരിയണില്ല. ഇത് വർക്ക് ചെയ്യണ്ടോ? ഇത് വർക്ക് ചെയ്യണത് ഇങ്ങോട്ട് ഞാൻ ഒരു ശബ്ദം മാത്രമേ കേൾക്കണുള്ളൂ. ഇത് എനിക്ക് കൂടി കേട്ടെങ്കിൽ അത് പറയാൻ പറ്റുള്ളൂ. ആ സ്നേഹം പ്രകടിപ്പിക്കൽ പാടില്ലാത്തതാണ്. ലിഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്സലമ ബൈനക്കും തഹാബ്ബു, പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുന്ന വിഷയമാണ് സലാം, അത് പാടില്ലെന്നാണ്. വലാ യുജാലിസഹും, സുന്നത്ത് ജമാഅത്തിനെതിരായ ആശയം പറയുന്നവന്റെ കൂടെ പോയി ഇരിക്കാൻ പാടില്ലാത്തതാണ്. ബിദ്അത്തുകാരനോട് സലാം പറയരുത്, അവന്റെ കൂടെ ഇരിക്കരുത്, അവനോട് കൂട്ടുകെട്ടരുത്, അവനക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. വലാ യഖ്റുബ മിൻഹും, അതേ അതിനുവേണ്ടി ഹൈദരാബാദിൽ പോകരുതെന്ന് മാത്രമല്ല, തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പോലും പോകാൻ പാടില്ല. ഒരു ബിദ്അത്തുകാരൻ ഹൈദരാബാദിലാണ്, അയാൾ അങ്ങോട്ട് കാണാൻ പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോകാൻ വേണ്ടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ പോകലും കുറ്റാണ്. അതിനു മാത്രം ബിദ്അത്തുകാരോട് ശത്രുത വേണം. ഹൈദരാബാദിലാണ് ഇപ്പോൾ ഒരു കള്ളത്തൊരീക്കത്തുകാരൻ, ഒരു ബിദ്അത്തുകാരുള്ളത്, അയാളെ കാണാൻ വേണ്ടി പോവാണ്. ആ പോകാൻ വേണ്ടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ അതുപോലും കുറ്റാണ്. ഇങ്ങനെ പ്രസംഗിച്ചിരുന്നൊരു മനുഷ്യൻ. അവരോട് അടുക്കാൻ പാടില്ല, ഒരിഞ്ചടുക്കാൻ പാടില്ല. മർക്കസിന്റെ സമ്മേളനം, പഴയ പ്രസംഗം, ഇനി പുതിയ പ്രസംഗം വരട്ടെ. മർക്കസിന്റെ സമ്മേളനത്തിൽ ഇദ്ദേഹത്തെ ക്ഷണിച്ചിട്ട് പേര് കൊടുത്തിരുന്നു. അയാൾ വന്നു എന്നല്ല, അയാളെ പേര് കൊടുത്തിരുന്നു. എന്തോ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞിട്ടില്ല. മർക്കസിന്റെ സമ്മേളനത്തിൽ നമ്മൾ ആരെല്ലാം ക്ഷണിച്ചു? പലരും ക്ഷണിക്കലുണ്ട്, ബിദ്അത്തുകാരെ ക്ഷണിക്കലുണ്ട്, ഇസ്ലാമിനെ കഠിന ശത്രുക്കളെ ക്ഷണിക്കാറുണ്ട്. സുന്നികൾ മുശ്രിക്കുകളാണ്, അവരെ കൊല്ലണമെന്ന് പറയുന്നവരെ പലരെയും മർക്കസിടാറുണ്ട്. കാരണം അവിടെ ലക്ഷ്യം സാമ്പത്തിക ലക്ഷ്യവും രാഷ്ട്രീയ നേട്ടവുമാണ് എക്കാലത്തും ആഗ്രഹിച്ചിട്ടുള്ളത്. മർക്കസിന്റെ സമ്മേളനത്തിന് മുസ്ലിമീങ്ങളെയും അമുസ്ലിമീങ്ങളെയും വരെ ക്ഷണിക്കാറില്ലേ? അപ്പോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? മർക്കസ് സഖാബത്ത് സുന്നിയുടെ സമ്മേളനത്തിൽ ഇവിടെ മുസ്ലിങ്ങളും പങ്കെടുക്കും, അല്ലാത്തവരും പങ്കെടുക്കും, സുന്നികളും പങ്കെടുക്കും, സുന്നികൾ അല്ലാത്തവരും ചിലപ്പോൾ പങ്കെടുക്കുന്നുണ്ടാകാം. കണ്ടോള്, മർക്കസിൽ സമ്മേളനത്തിൽ സുന്നികളും പങ്കെടുക്കും, സുന്നികൾ അല്ലാത്തവരും പങ്കെടുക്കുന്നുണ്ടാവാം. ഈ സുന്നികൾ അല്ലാത്തവരും മിണ്ടരുത്, കൂടെ ഇടിക്കരുത്, ഭക്ഷണം കഴിക്കരുത്, അവർക്ക് ഉപകാരമൊന്നും ചെയ്യരുത്. ഹൈദരാബാദിലൊരു ബിദ്അത്തുകാരനുണ്ടെങ്കിൽ അവനെ കാണാൻ തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ പോലും പോകലും ബിദ്അത്താണ് എന്ന് പറഞ്ഞിരുന്ന ആൾ ഇപ്പൊ പറയാണ് മർക്കസിന്റെ സമ്മേളനത്തിൽ പലരും വരും, പലരെയും ക്ഷണിക്കും, സുന്നികളെയും ക്ഷണിക്കും, സുന്നികൾ അല്ലാത്തവരെയും ചിലപ്പോൾ ക്ഷണിക്കുന്നുണ്ടാകാം. അതാ നമ്മൾ പറയണത്. സംഘടനയിൽ നിന്ന് മാറിപ്പോയതിന് ശേഷം ആദർശപരമായി അങ്ങേയറ്റത്തെ പരാജയത്തിൽ എത്തിച്ചേർന്നു. ലക്ഷ്യം മറന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ അവർ ഏർപ്പെട്ടു എന്നതാണ് സത്യം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കേരളത്തിന്റെ മണ്ണിൽ കേരളത്തെ പിടിച്ചു കുലുക്കിയ എന്തെല്ലാം വിവാദങ്ങൾ നടന്നു. ഇവിടെ നമ്മുടെ കരളിന്റെ കഷ്ണമായ സയ്യിദുൽ വറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരികേശമാണെന്ന് പറഞ്ഞു കൊണ്ടുവന്ന മുടിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിവാദങ്ങൾ നടന്നു, എത്ര കേസുകൾ നടന്നു, ഏതെല്ലാം പ്രശ്നങ്ങൾ, അടിപിടികൾ നടന്നു. അതിന്റെ പേരിൽ എന്തെല്ലാം കുടുംബങ്ങൾ തമ്മിൽ കലഹങ്ങളുണ്ടായി, മഹല്ലുകളിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. ഈ ഒരു കള്ളപ്രചരണത്തിന്റെ പേരിൽ നാട് മുഴുവനും പ്രശ്നങ്ങളുണ്ടായി. അന്നും നമ്മളുടെ പക്വമായ നേതൃത്വം പറഞ്ഞു, ഈ വിഷയത്തിൽ കാര്യമായ തീരുമാനം വരുന്നതുവരെ, ഇതിന് സത്യാവസ്ഥ വെളിവാകുന്നതുവരെ ആരും അതിനോട് അടുത്തു നിൽക്കരുതെന്ന് അന്ന് സമസ്തയുടെ പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് പ്രഖ്യാപിച്ച പ്രഖ്യാപനം ഇന്നും ഇവിടെ നിലനിൽക്കുകയാണ്. അടുത്ത കാലത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറുഭാഗത്തിന്റെ പ്രഭാഷകന്മാരിൽ ഒരാളായ വഹാബ് സഖാഫിയോട് ചോദിച്ചു, എവിടെയാണ് നിങ്ങളുടെ പള്ളി? നമ്മുടെ പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ആ നയാ പൈസക്ക് പോലും പടച്ചവന്റെ മുമ്പിൽ മറുപടി പറയണമെന്ന് പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും എഴുതുകയും ചെയ്യുന്നവരാണ്
സമസ്തയുടെ എളിയ പ്രവർത്തകന്മാരാകുന്ന നമ്മുടെ നേതാക്കന്മാരും. ഇവിടെയാണ് സമസ്തയിൽ നിന്ന് മാറിപ്പോയവർ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയപ്പോൾ, അതും പ്രവാചകന്റെ പേരിൽ നടത്തിയപ്പോൾ. കാരണം റസൂലുള്ള നമ്മളും കൂടി നബിയാണല്ലോ. റസൂലുള്ളാഹിന്റെ പേരിൽ നടത്തിയപ്പോൾ നമ്മൾ ചോദിച്ചു, ഇങ്ങനെ ഒരു തിരുശേഷ പള്ളി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അതിനവൽ കോടികൾ നിങ്ങൾ പിരിച്ചു, എവിടെയാണ് പള്ളി? അപ്പൊ അവര് പറഞ്ഞു, പള്ളിന്റെ പണി നടക്കുന്നുണ്ട്, ഹൗദ് ഹൈദരാബാദിൽ ഉണ്ടാക്കുന്നുണ്ട്, അവിടെ ഒതുക്കുമ്പോ കാരെടുക്കാനുള്ള കല്ല് തമിഴ്നാടിന്റെ മറ്റേ ഭാഗത്ത് ഉണ്ടാക്കുന്നുണ്ട്, മിമ്പറ ഇവിടെ നിലമ്പൂര് പണി നടക്കുന്നുണ്ട്, മറ്റത് ഇങ്ങേ ഭാഗത്ത് പണി നടക്കുന്നുണ്ട്. ഓരോന്നോരോന്ന് ഇവർ പറഞ്ഞു. വർഷങ്ങൾ പലത് കഴിഞ്ഞു. അവസാനം വഹാബ് സഖാഫി അടുത്ത ദിവസം പറയാണ്, ഞങ്ങൾ ഉണ്ടാക്കുന്ന പള്ളി ഇടത്തുനിന്ന് ചോദിച്ചാൽ ഞങ്ങൾ വലത്ത് കാട്ടിത്തരും, വലത്തുനിന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇടത്ത് കാട്ടിത്തരും, ഒരു അത്ഭുതത്തിന്റെ പള്ളിയാണ് എന്നാ. അപ്പൊ അവസാനത്തെ അദ്ദേഹത്തിന്റെ മറുപടി പറയട്ടെ. അപ്പോ എന്തിനാ ഈ പള്ളി വരെയെന്ന് അറിയോ? എന്നാലും എവിടെയാണ് അതുണ്ട് ഈ പറയും, അതുണ്ട്. നിങ്ങൾ ഇടത്ത് നോക്കിയ പള്ളി വലത്തേക്ക് അതൊരു കറാമത്തിന്റെ പള്ളിയല്ലേ? വല്ലാത്തൊരു കറാമത്തായി പോയത്. ഈ ഇടത്തുനിന്ന് നോക്കിയാൽ പറയും അത് വലത്താണ് എന്ന്, വലത്തുനിന്ന് നോക്കിയാൽ പറയും അത് ഇടത്താണ്. ഇങ്ങനത്തെ കറാമത്തിന്റെ പള്ളിയാണ്. അങ്ങനത്തെ കറാമത്തിന്റെ പള്ളിയിൽ മലക്കൊക്കെ നിസ്കരിക്കാൻ പറ്റുള്ളൂ, മനുഷ്യന്മാർക്ക് പറ്റൂലല്ലോ. ഇത് മനുഷ്യന്മാർക്ക് നിസ്കരിക്കാണ്ടാക്കുന്നല്ലേ പറഞ്ഞത്? ആ മനുഷ്യന്മാർക്ക് ഉണ്ടാക്കണമെങ്കിൽ കണ്ണോട് നോക്കിയാൽ ഇടത്തുനിന്ന് നോക്കുമ്പോൾ വലത്തും, വലത്തും നോക്കിയാൽ ഇടത്തും കാണുന്ന പള്ളിയിൽ മനുഷ്യന്മാരെങ്ങനെ നിസ്കരിക്കുക? ഇങ്ങനെയുള്ള എന്താ പറയുക, ഇതൊന്നൊരു മനുഷ്യനോട് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള വാക്കുകളാണ്. പറയട്ടെ അദ്ദേഹം. അത് ഇക്കാമത്തെ മൈക്കി കൊടുക്കുള്ളൂ, ഞങ്ങള് ഇക്കാമത്തെ മൈക്കി കൊടുക്കുള്ളൂ. എന്താ ഞങ്ങൾ ഈ പള്ളിയിൽ ഇക്കാമത്ത് മൈക്കേ കൊടുക്കും, അന്ന് നിങ്ങൾ നിസ്കരിച്ചാൽ വന്നാൽ മതി എന്നാ മുപ്പര് പറയാം. അതുവരെ നിങ്ങൾ കാണൂല. ഈ പള്ളിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇക്കാമത്ത് മൈക്കയിൽ ഉറക്കം കൊടുക്കും, അപ്പൊ നാട്ടുകാരെ കേൾക്കും, അപ്പൊ നിങ്ങളുടെ വന്നാൽ മതി. അതുവരെ നോക്കിയാൽ കാണാത്ത പള്ളിയാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണ പള്ളി. ഏത് സംഗതി മുടക്കാൻ ചെലവില്ല. ഒരു പരിപാടി നടത്തണമെങ്കിൽ ചുരുങ്ങിയത് 300 രൂപന്റെ ചെലാൻ കെട്ടണം. പോലീസുകാരെ വിളിച്ച് പിത്തനെയാക്കാൻ 1.25 ഫോൺ കായ് ചെലവാക്കിയാൽ മതി. നഷ്ടല്ലേ? പള്ളിക്കെത്രയാ? 40 കോടി. പിത്തനെയാക്കാൻ എത്രയാ വേണ്ടി? 1.25. മനസ്സിലായോ? ഞങ്ങൾ 40 കോടിന്റെ പള്ളി ഉണ്ടാക്കേണ്ട, അത് നിങ്ങൾ പിത്തനാക്കാൻ വേണ്ടി 1.25 ഉറുപ്പ്യ മുടക്കി നിങ്ങൾ കേസ് കൊടുക്കുന്നു കരുതിയിട്ടാണ് ഞങ്ങൾ നാട്ടുകാരോട് പറയാത്തത്. ഒന്ന് ആലോചിച്ച് നോക്കി. 40 കോടി മുടക്കി ഞങ്ങൾ ഉണ്ടാക്കുന്ന പള്ളി 1.25 ഉറുപ്പ്യ കൊടുത്ത് നിങ്ങൾ ഫോം വിളിച്ചു മുടക്കുന്നു കരുതിയതാണ് ഞങ്ങൾ നിങ്ങളോട് പറയാത്തത്. 40 കോടിന്റെ പള്ളി എടുക്കുന്ന ഒരാൾക്ക് ആ പള്ളി മുടങ്ങാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ സാധിക്കാത്തവർ എങ്ങനെ ഒരു പള്ളി എടുക്കും? അപ്പൊ 1.25 ഉറുപ്പ്യ മുടക്കിയിട്ട് ആരെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇത് മുടക്കോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ നാട്ടുകാരോട് പറയാത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾക്ക് ബുദ്ധിയുള്ള ആളുകളാണല്ലോ. എത്ര വലിയ ഹീനമായ വങ്കത്തരമായ ഒരു ന്യായീകരണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പേടിന്നെ ഞങ്ങളെ ഞങ്ങൾക്ക് നോളേഴ്സിറ്റി കാട്ടി തന്നിട്ടേ ലക്ഷങ്ങളല്ലേ ഞങ്ങൾ കേസ് കൂടിയത്. നിങ്ങൾ അവിടെ നരിയും പുലിയുണ്ട് പറഞ്ഞിട്ട് അവസാനം പൂച്ച വരല്ലാത്ത സ്ഥലമാവട്ടെ. ഇല്ലേ? ഇത് ഞങ്ങൾക്ക് അനുഭവമുണ്ട്. അതെവിടെയാ? ഇനി ഞങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങൾക്ക് കാട്ടിത്തരാം. ഞാൻ എത്ര സ്ഥലത്തുനിന്ന് പറഞ്ഞിരിക്കണേ. നിങ്ങളൊരു കാര്യം ചെയ്യണം. നോളേജ് സിറ്റിക്കെതിരെ നിങ്ങൾ കേസ് കൊടുത്തുണ്ടാക്കിയ കുണ്ടാമണ്ടിക്ക് ഞങ്ങൾക്ക് ചെലവായ ലക്ഷം ഉണ്ട്, അത് തിരിച്ചു തരണം. എന്താ അദ്ദേഹം പറയണത്? നമ്മൾ ഉണ്ടാക്കാൻ പോണ ഷാറൂബാർ പള്ളി ഒരു കാട്ടിത്തരും. അതിനെന്ത് ചെയ്യണം? നോളജ് സിറ്റി റദ്ദ് ചെയ്യാൻ വേണ്ടി നമ്മൾ കേസ് കൊടുത്ത കേസ് നമ്മൾ പിൻവലിക്കണം. ഇവരുണ്ടാക്കുമെന്ന് പറഞ്ഞ നോളജ് സിറ്റി റദ്ദ് ചെയ്യാൻ എന്തിനാ കേസ് കൊടുക്കണം? കാരണം ആ സാധനം ഇല്ലല്ലോ. ഇല്ലാത്തൊരു സാധനം നിർത്തൽ ചെയ്യാൻ കേസ് കൊടുക്കേണ്ടതുണ്ടോ? മാത്രമല്ല സമസ്തയോ സമസ്തയുടെ കീഴ്ഘടകങ്ങളിൽ ഏതെങ്കിലും ഒരു കീഴ്ഘടകമോ മർക്കസിന്റെ കീഴിൽ നിന്നുണ്ടാക്കുന്ന നോളജ് സിറ്റിയോ അതിന്റെ കീഴിലുണ്ടാക്കുമെന്ന് പറയുന്ന പള്ളിയോ നിർത്തൽ ചെയ്യാൻ ഒരു നയാ പൈസ ചെലവാക്കിയെന്ന് തെളിയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അത് പച്ചക്കളവും വ്യാജ പ്രചരണവുമാണ്. സമസ്തയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. സമസ്തയോ സമസ്തയുടെ ഏതെങ്കിലും ഒരു കീഴ്ഘടകമോ നോളജ് സിറ്റിയോ അല്ലെങ്കിൽ ഉണ്ടാക്കുമെന്ന് പറയുന്ന പള്ളിയോ നിർത്തൽ ചെയ്യാൻ ഏതെങ്കിലും നിലക്ക് ഇടപെട്ടിട്ടുണ്ടോ? ഒരു നിലക്കും ഇടപാട് നടത്തിയിട്ടില്ല. കാരണം ഇത് കേസ് കൊടുക്കണേ ലക്ഷങ്ങൾ വേണം. സമസ്തക്ക് കൊടുന്ന അന്തല്ലാത്ത പൈസ കിട്ടിയത്. സമസ്തന്റെ അടുത്ത് അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന പൈസ ഒന്നുമില്ല. പക്ഷെ സമസ്ത അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ട്. സമസ്തയുടെ കീഴ്ഘടകങ്ങൾ അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ട്. അവര് മുടക്കാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാത്തത് എന്ന കള്ളപ്രചരണം നടത്തി ആ കള്ളപ്രചരണത്തിന്റെ മുകളിൽ അന്നം തിന്നു ജീവിക്കുകയാണ് ഇന്ന് മറുഭാഗത്തുള്ളവർ ചെയ്യുന്നത്.
പള്ളി പോകാൻ മടിയുള്ള ഒരാളുടെ പണ്ട് പള്ളി പോകാൻ വലിയ മടിയാണ്. അപ്പൊ ഒരിക്കൽ അയാളോട് ചോദിച്ചു, എന്താ പള്ളി വരാത്തത്? ഓൻ മറിച്ച് നായിനെ വലിയ പേടിയാണ്, ബൈക്കര് നായിണ്ട്. അപ്പൊ പറഞ്ഞു, വേണ്ട, ഞങ്ങൾ വണ്ടി കൊടുത്തേക്കാം, നേരം വണ്ടി കൊടുത്തേക്കാം. എന്നാ വീട്ടിൽ നിന്ന് വണ്ടിയിലാണ്ട് കയറിയിട്ട് പള്ളിന് മുമ്പിലാണ്ട് ഇറക്കിത്തരാം, എന്നാ പിന്നെ നായനെ പേടിക്കേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അവര് പിന്നെ രണ്ടാമത്തെ ഉൾതുറ പറയണത്. ഇങ്ങനെ ഓരോരോ കാരണങ്ങളെ റദ്ദ് ചെയ്യാൻ ഓരോരോ സംവിധാനം ഒരുക്കുമ്പോൾ ഓരോരോ കാരണങ്ങളും മുടക്കാം. സത്യത്തിൽ ഇപ്പൊ നിസ്കരിക്കൂല, അപ്പൊ പള്ളിക്കറ്റ വരൂല്ല. ഇതേ സ്വഭാവമാണ് നിങ്ങളും മുടക്കിയത് കൊണ്ടാണ്, കേസെടുക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ തുടങ്ങാത്തത്, അതുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളോട് പറയാത്തത് എന്ന് പറഞ്ഞ് വ്യാപകമായ കള്ളപ്രചരണം നടത്തി സമുദായത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇയാൾ പറയണെന്താ, പള്ളിപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അദ്ദേഹം പറയട്ടെ, പള്ളിന്റെ ഇപ്പൊ തേപ്പല്ലാത്തൊക്കെ കഴിഞ്ഞേക്കണെന്നപ്പോ അയാൾ പറയണേ, തേപ്പ് കൂടി ഇനി ബാക്കിയുള്ളൂ എന്നാ പറയട്ടെ. എന്നിട്ട് കേസ് കൊടുത്തതും തിരുവനന്തപുരത്തേക്ക് പിത്തനയാക്കാൻ പോയതൊക്കെ തോന്നിയാസേനി എന്ന് നിങ്ങൾ സമൂഹത്തോട് തുറന്നു പറയണം. പിന്നെ തിരുകേശപ്പള്ളിന്റെ പണിയും അത് നടക്കുന്ന സ്ഥലവും കാട്ടിത്തന്ന അഞ്ഞു കുത്തിത്തിരിപ്പിന് പോകൂല നിങ്ങൾ രേഖാമൂലം ഉറപ്പുവരണം. ഇതൊക്കെ തന്നിട്ട് നിങ്ങൾ പറയും, ഞങ്ങൾ ബസ് വിളിച്ച് ചേളാരിയിൽ വരും, മുഷാവറയിൽ നിങ്ങൾക്ക് 40 ഉണ്ടെങ്കിൽ അതിനെ മുഴുവൻ കയറ്റും, എന്നിട്ട് തിരുകേശപ്പള്ളിന്റെ മുറ്റത്ത് ഞങ്ങൾ ഇറക്കിത്തരാം. എന്താ അദ്ദേഹം പറഞ്ഞത്? നിങ്ങള് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിനെതിരെ കൊടുത്ത കേസ് പിൻവലിച്ച ഞങ്ങളെ ബസ്സുമായിട്ട് ചേളാരിയിൽ വരാ, മുസാഫറ മെമ്പർമാരെ മുഴുവനും കയറ്റിയിട്ട് ഞങ്ങൾ ആ പള്ളി കാട്ടിത്തരാന്ന ഇജാതി തോന്നിയാസും ഇജാതി അതമില്ലാത്ത വർത്താനം പറഞ്ഞതുകൊണ്ട് തന്നെ സരിതന്റെ കെണിയിൽ സാധു കുടുങ്ങിയത്. ഇന്ന് സരിതന്റെ കെണിയിൽ കുടുങ്ങിയിട്ട് ഈ മനുഷ്യൻ ഇപ്പൊ ദുബായിലാണ്, മക്കയിലാണുള്ളത്. ഉംറ വിസക്ക് പോയിട്ട് നാട്ടിക്ക് വരാനുള്ള മനസ്സിലെ കാര്യം ഇവിടെ വന്നാൽ അദ്ദേഹത്തിനെതിരെ സരിത കേസ് കൊടുത്തിട്ടുണ്ട്. വക്കീൽ ഉപയോഗിച്ച് കേസ് കൊടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സമസ്തയുടെ ആലിമീങ്ങളെ വലുപ്പവും ചെറുപ്പവും ഇൽമും നോക്കാതെ ഇയാൾ പരിഹസിക്കും. സ്വന്തം സംഘടന പറഞ്ഞിട്ട് ഇയാൾ കേൾക്കാറില്ല, പിന്നല്ല നാട്ടുകാർ പറഞ്ഞിട്ട് കേൾക്കണം. ആര് പറഞ്ഞാലും കേൾക്കൂല. പാണക്കാട് തങ്ങന്മാരെ കുതിരാക്ക, സമസ്തയുടെ ആലിമീങ്ങളെ കുതിരാക്ക, സമസ്തയുടെ പ്രഭാഷകന്മാരെ തെറി പറയാ. ഈ നിലക്ക് പടച്ചോനെ പേടിയില്ലാതെ അടിയിലും മോളിലും പടച്ചോനെ ചിന്തയില്ലാതെ നടന്നു. അവസാനം ഒരു പെണ്ണിനാക്കുകൊണ്ട് വായ മൂടിക്കെട്ടിക്കാൻ പടച്ചോനെ സാധിച്ചത് സമസ്തയുടെ കറാമത്തായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്താ നമ്മൾ മനസ്സിലാക്കിയത്? സമസ്ത എന്ന് പറഞ്ഞാൽ ഇലാഹിയായ ഒരു സംഘടനല്ലേ. ഇയാൾ പറയാണ്, ഞാൻ ഞങ്ങൾ ബസ് വഴി ചേളാരിക്കാണ് വന്നാല് മുസാവറ മെമ്പറുകൾ പറയാം. എന്നാ നേരെ മറിച്ച് കാന്തപുരം പറഞ്ഞെന്താ? അദ്ദേഹം അങ്ങനല്ല പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് നോളജ് സിറ്റിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, ആ പള്ളി നോളജ് സിറ്റിയിൽ ആ പള്ളി ഞങ്ങൾ സൗകര്യം പോലെ പിന്നെ നിർമ്മിക്കുന്നാണ് കാന്തപുരം പറയണത്. പറയട്ടെ അദ്ദേഹം പറയുകയും ചെയ്യും. പുതിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പുതിയ പ്രവർത്തനം നോളജ് സിറ്റി ശക്തിപ്പെടുത്തൽ തന്നെ. ഒന്ന്, പള്ളിയുടെ പ്രവർത്തനം ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ടോ? അതോ ആ കൂട്ടത്തിൽ പള്ളിയില്ല. പള്ളി ഞങ്ങൾ വേറെ കോഴിക്കോട്ട് തന്നെ ഞങ്ങൾ. അക്കാര്യത്തിലൊരു എന്താ അദ്ദേഹത്തോട് ചോദിച്ചത്? നോളജ് സിറ്റിയിൽ പള്ളിയുണ്ടോ? നമ്മളിതൊന്നും മറക്കരുത്. ഏകദേശം 5-6 വർഷങ്ങൾക്ക് മുമ്പ് നാടുകളിലും വളവുകളിലും തിരിവുകളിലും അങ്ങാടികളിലും കുഗ്രാമങ്ങളിൽ മുഴുവനും നിറഞ്ഞു നിന്നൊരു ഫ്ലക്സ് ഉണ്ടായിരുന്നു. തിരുകേശത്തിനൊരു ഉത്തമ കേന്ദ്രം, വലിയ ഒരു ഹെഡിങ്ങിൽ നല്ല സുന്ദരമായ ഒരു പള്ളിയുടെ ഒരു ഫോട്ടോ. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ വന്ന മറ്റൊരു ഫോട്ടോ, 50-60 നിലകളുള്ള ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിന്റെ സെൻട്രൽ ഒരു പള്ളി. അതിന് നോളജ് സിറ്റി എന്ന ഒരു പേര് കൊടുത്തു. നോളജ് സിറ്റിയുടെ സെൻട്രൽ ഒരു പള്ളി. അതിന്റെ പേരിൽ വ്യാപകമായ പിരിവുകൾ നടത്തി. അന്നവർ പറഞ്ഞു, നോളജ് സിറ്റിയുടെ മധ്യത്തിൽ ഞങ്ങളിതാ പള്ളി നിർമ്മിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു, ഈ നോളജ് സിറ്റിയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ ആ പള്ളിയുടെ പണി അത് നടക്കുന്നുണ്ടോ? പച്ച മലയാളത്തിലെ ആൾ പറഞ്ഞു, അവിടെ പള്ളിയില്ല. അപ്പൊ ചോദിച്ചു, പള്ളി പിന്നെ എവിടെയാണ്? അത് കോഴിക്കോട് ഞങ്ങൾ എവിടെയെങ്കിലും ഞങ്ങൾ നിർമ്മിക്കും. ഈ വഹാബ് സഖാഫി പറഞ്ഞതെന്താ? പള്ളിയുടെ പണിയൊക്കെ നടന്നിട്ടുണ്ട്, തേപ്പല്ലാത്തതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ കാട്ടിത്തരാത്തത് നിങ്ങൾ മുടക്കുന്നു കരുതിയിട്ടാണ്. അന്ന് ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിഖാമത്ത് കൊടുക്കും, അപ്പൊ നിങ്ങളൊക്കെ കേൾക്കും, അപ്പോഴൊക്കെ നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി വന്നോളേണ്ടി. മോനെ ഭാഗം ഒന്നുകൂടി വരട്ടെ, അദ്ദേഹം പറയട്ടെ. പള്ളിയുടെ പ്രവർത്തനം ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ടോ? അതോ ആ കൂട്ടത്തിൽ പള്ളിയില്ല. പള്ളി ഞങ്ങൾ വേറെ കോഴിക്കോട്ട് തന്നെ ഞങ്ങൾ. അക്കാര്യത്തിലൊരു വിമർശനങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ അതിൽ നിന്ന് പിന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ ഒന്ന് പ്രവർത്തനം മന്ദീഭവിക്കുകയോ ഒക്കെ കുറച്ചു സമയം ഞങ്ങൾ കാത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്.
പള്ളിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള അതിൻ്റെ സാമഗ്രികളൊക്കെ ഒരുക്കിക്കൊണ്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപേക്ഷകൾ ഉടനെ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് അനുകൂലമായി ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ ആരംഭിച്ച് ഉടനെ എടുക്കും. പ്രവാചകന്റെ മൊഴി ആ ഒരു പദ്ധതിയിലേക്ക് തന്നെയാണ് പോകുന്നത്, ആ നിലയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് തന്നെയാണ്. അല്ല, അടുത്ത ചോദ്യം, അങ്ങനെ ആ പള്ളി നിങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ പ്രവാചകന്റെ ആ കേശം എന്ന നിലക്ക് തന്നെയാണോ നിങ്ങൾ ആ പള്ളി ഉണ്ടാക്കുന്നത്? അതായത് തിരുകേശത്തിന് ഒരു ഉത്തമ കേന്ദ്രം നൽകാനുള്ള നിങ്ങൾ പിരിവ് നടത്തിയത്. അപ്പൊ കേശത്തിന്റെ പേരിൽ തന്നെയാണോ നിങ്ങൾ പള്ളി നിർമ്മിക്കുന്നത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. അതിന് അദ്ദേഹത്തിന്റെ മറുപടി, ആ ഒരു പദ്ധതിയിലേക്ക് തന്നെയാണ് പോകുന്നത്, ആ നിലയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് തന്നെയാണ്. അല്ല, അതിപ്പോ പല ആസാദ് എന്ന് പറയുക അറബിയിൽ. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഉണ്ടാക്കുന്ന പള്ളി മുടിയുമായി ബന്ധപ്പെട്ട തിരുകേശ പള്ളിയാണോ? അപ്പൊ അദ്ദേഹത്തിന് ആണ് എന്ന് പറയാനൊരു ധൈര്യമില്ല. അപ്പൊ ഇയാൾ കള്ളു കുടിച്ച കുരങ്ങനെ തേള് കുത്തിയതുപോലെ ഒരു മറുപടി പറയാൻ ഇയാൾക്കൊരു പ്രയാസം. ആ ചോദ്യം, ആ മറുപടി ഒന്ന് വരട്ടെ. അദ്ദേഹത്തിന് പറയാലോ, അതെ, പ്രവാചകന്റെ കേശവുമായി ബന്ധപ്പെട്ട കേശം സൂക്ഷിക്കാനാണ് ഞങ്ങൾ പള്ളി ഉണ്ടാക്കുന്നത് എന്ന് അയാൾക്ക് പറയാമായിരുന്നു. അയാളത് പറഞ്ഞില്ല. അത് പറഞ്ഞാൽ അടുത്ത ചോദ്യം വേറെ പലത് വരാനുണ്ട്. ആ ചോദ്യം പേടിച്ചത് കൊണ്ടാണ്. കാരണം ചോദിക്കുന്ന ആള് കിതാബ് ഓതിയിട്ടില്ലെങ്കിൽ ആളെ കൊടുക്കാൻ നല്ല ഹെക്കുമത്തുള്ള ആളാ. ആ ഒരു പേടി അദ്ദേഹത്തിനുണ്ട്. ഉടനെ എടുക്കും. പ്രവാചകന്റെ മൊഴി ആ ഒരു പദ്ധതിയിലേക്ക് തന്നെയാണ് പോകുന്നത്, ആ നിലയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് തന്നെയാണ്. അല്ല, അതിപ്പോ പല ആസാദ് എന്ന് പറയുക അറബിയിൽ. ഈ ആസാറുകൾ പ്രവാചകരുടെ മുടി മാത്രമല്ല വേറെ പലതും ഉണ്ട്. പാത്രമുണ്ട്, കുടുക്കുണ്ട്, ചട്ടിയുണ്ട്, പെട്ടിയുണ്ട്, കുപ്പായുണ്ട്, മൂസാനബിന്റെ വടിയുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോ മുടി മാത്രമല്ല വേറെയും പലതും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് മുഴുവനും സൂക്ഷിക്കാൻ ഒരു സ്ഥലം ഞങ്ങൾ കോഴിക്കോട് വേറെ ഉണ്ടാക്കും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. കണ്യത്തുസ്താദും ശംസുലുമക്കും പേച്ചു എന്ന് പറഞ്ഞ് മാറിപ്പോയ ഈ മനുഷ്യൻ ഇന്ന് എത്തി നിൽക്കുന്ന സാഹചര്യവും ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ ഏറ്റവും പരിങ്ങലിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ആലോചിക്കണം. സാത്വികന്മാരായ പഴയകാലത്തെ പണ്ഡിതന്മാർ അവിടെ പ്രാർത്ഥനയുടെ അനന്തര ദുരന്ത ഫലമാണ് ഇന്ന് പറവ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്നാൽ കൈകെട്ടി ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുമെന്ന ഉത്തമമായ ബോധ്യമുള്ള ആ മഹാന്മാരായ പണ്ഡിതന്മാരിൽ നിന്ന് മാറിപ്പോയതിനു ശേഷം സംഭവിച്ചിട്ടുള്ള അപകടം. ആഖിറത്തിൽ രക്ഷപ്പെടണമെന്ന് കരുതുന്നവർ, സ്വർഗം കിട്ടണമെന്ന് കരുതുന്നവർ, കർമ്മത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ കർമ്മങ്ങളും നന്നാകണമെന്ന് കരുതുന്നവർ, ഗുരുവര്യന്മാരുടെ നേതാക്കന്മാരുടെ കുരുത്തവും പൊരുത്തവും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കേണ്ട സമയമാണിത്. ഇത് അല്ലാഹു തആല ചെയ്യുന്ന ഒരു പരീക്ഷണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല വഹാബ് സഖാഫിയുടെ വിവരം. ഈ മനുഷ്യന്റെ നാവ് പിടിച്ചു കെട്ടാൻ പലരും പറഞ്ഞു. ഇയാൾ ആരെയും വലുപ്പം വെച്ചില്ല, ഇയാൾ ആരെയും കൂസാക്കിയില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് അല്ലാഹു തആല ഒരു പെണ്ണിനെ കൊണ്ട് ഈ മനുഷ്യന്റെ വായി മൂടിക്കെട്ടാൻ തീരുമാനിച്ചത്. കോട്ടകൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ സരിതാ നായരെ സംബന്ധിച്ച് ഈ പട്ടി എന്നൊരു പ്രയോഗം അയാൾ നടത്തിയെന്നല്ല, അയാളെ കൊണ്ട് അള്ളാഹു നടത്തിച്ചു എന്ന് വേണം പറയാൻ. സമസ്തയുടെ ആലിമീങ്ങൾ എങ്ങനെ അയാൾ കുതിര കയറലുണ്ട്, തോന്നിയാസം പറയലുണ്ട്, കുറ്റം പറയാറുണ്ട്, പരിഹസിക്കാറുണ്ട്. ഇതേപോലെ സരിതയെ ഒന്ന് സാമ്പിൾ നോക്കിയതാണ്. നോക്കിയോടുത്ത് കുടുങ്ങി, കഴിച്ചിലാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് അയാൾ കോട്ടകൾ നടത്തിയ സരിതയെ സംബന്ധിച്ച് തെരുവ് പട്ടി എന്നൊരു പ്രയോഗമാണ് അയാൾ നടത്തിയത്. ആ പ്രയോഗം നടത്തിയ ആ പ്രസംഗത്തിന്റെ ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കി. നിങ്ങൾക്കൊക്കെ കേരളത്തിലൊരു സരിതയുണ്ടായിരുന്നു. ആ സരിതയുടെ ഏർപ്പാട് നാട്ടിലെ മാന്യന്മാരെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യാന്നുള്ളതാണ്. ക്ലിപ്പുകളും ചീടികളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഉത്തരവാദപ്പെട്ട നാട്ടിലെ മര്യാദക്കാരെയും മാന്യന്മാരെയും വഷളാക്കുക, ബ്ലാക്ക്മെയിൽ ചെയ്യുക, ഭീഷണിപ്പെടുത്തുക എന്നതാണ്. ആ ഒരു സരിത കേരളത്തിലെ വേസ്റ്റ് കൊട്ടയിൽ ചാടി തെരുവിലൂടെ ഓടിയ ഒരു തെരുവ് പട്ടിയെപ്പോലെ കേരളത്തിലെ മുഴുവൻ മാന്യന്മാരുടെയും ശരീരത്തിൽ ചെളിതെറിപ്പിച്ചിട്ടാ പോകാൻ നോക്കിയത്. അപ്പൊ കേരളത്തിലെ മുഴുവൻ മാന്യന്മാരുടെയും ശരീരത്തിലേക്ക് ചളിതെറിപ്പിച്ചു കൊണ്ടുപോകുന്ന സരിത എന്നൊരു തെരുവ് പട്ടി എന്ന് പറഞ്ഞ് സരിതയെ സംഗതി നൗഷാദ് ഹസനിനെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാണ് സംഭവം. ഇതൊക്കെ പാടെ മത്തമ്പള്ളിന്റെ ഉള്ളിൽ കാല് കുടുങ്ങിയമാതിരി ഒന്നായിട്ട് കെട്ടിക്കുടുങ്ങിയതാ.
അങ്ങനെ ആ പ്രയോഗത്തിൽ സരിതയെ തെരുവ് പട്ടി എന്നൊരു പ്രയോഗം നടത്തി. ഈ പ്രസംഗത്തിന്റെ ഭാഗം ആരോ സരിതയുടെ സ്നേഹിതക്ക് എത്തിച്ചു കൊടുത്തു. അവൾ ഇത് സരിതക്ക് കേൾപ്പിച്ചു. സരിത പറയാണ്, പലോരും ഞാൻ കുടിക്കുന്നുണ്ട്, ഇജാതി കൊടുക്കലും ഞാൻ കുടിക്കിട്ടില്ല. മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും വ്യവസായ പ്രമുഖന്മാരും ഒക്കെ സരിതയുടെ കെണിൽ കുടുങ്ങിയിട്ടുണ്ട്. അവരൊക്കെ സരിതയെങ്ങനെ പേടിച്ചു നിൽക്കുമ്പോഴാണ് മമ്പാട്ടുകാരൻ സഖാഫി പറഞ്ഞത് ഇതൊരു തെരുവ് പട്ടിയാണ്. അവൾ വേഗം ബന്ധപ്പെടേണ്ടവരായിട്ടൊക്കെ ബന്ധപ്പെട്ടു. വഹാബ് സഖാഫിയുടെ നമ്പർ കളക്ട് ചെയ്തു. സഖാഫിക്ക് നേരെ ഫോൺ വിളിച്ചു. എപ്പോഴാ വിളിക്കണ നിങ്ങള്? ഈ സാധു ഉംറക്ക് പോകാൻ വേണ്ടി തുണിയും കുപ്പായൊക്കെ മാറ്റിയിട്ട് പെരേന്ന് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് സരിതന്റെ ഫോൺ വിളി. ഇയാളൊരു ഇടങ്ങേറ് ആലോചിച്ച് നോക്കി നിങ്ങള്. ഒരു മനുഷ്യർ നല്ലൊരു സംഗതിക്കണ്ട് ഇറങ്ങുമ്പോൾ സരിതന്റെ ഫോൺ വിളി. ആ ഫോൺ വിളി ഇയാൾ പതറിപ്പോയി. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം കാളമ്പാടി ഉസ്താദിനെ കളിയാക്കിയ സമയത്ത് കാളമ്പാടി ഉസ്താദ് വിളിച്ചു ചോദിച്ചിട്ടില്ല. ചെറുശ്ശേരി ഉസ്താദിനെ കുതിരാക്കിയപ്പോൾ ചെറുശ്ശേരി ഉസ്താദ് വിളിച്ചു ചോദിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട കുമരംപുത്തൂർ ഉസ്താദിനെ പലപ്പോഴും ഇയാൾ കളിയാക്കിയിട്ട് കുമരംപുത്തൂർ ഉസ്താദ് വിളിച്ചു ചോദിച്ചിട്ടില്ല. പാണക്കാട് ഹൈദരലി തങ്ങളെ ഒരു മനുഷ്യനോട് പറയാൻ പറ്റാത്ത അതിരുവിട്ട പരിഹാസ്യതയുടെ വാക്കുകൊണ്ട് പരിഹസിച്ചിട്ടുണ്ട്. പാണക്കാട് തങ്ങൾ വിളിച്ചു ചോദിച്ചിട്ടില്ല, ഒരാളും ചോദിച്ചിട്ടില്ല. അപ്പൊ ഇയാളിത് ആരെപ്പറ്റും പറയാന്ന് കരുതി സരിത വിട്ടില്ല. സരിത വിളിച്ചു ഇയാൾക്ക്. ആ ഫോൺ ക്ലിപ്പിന്റെ പ്രധാന ഭാഗം ഒരുപാടിന് മുഴുവൻ ഞാൻ കേൾപ്പിക്കുന്നു. വേറെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. സരിത ഇയാൾക്ക് വിളിക്കുന്ന ഫോൺ കോൾ ഒന്ന് കേൾക്കി. ഹലോ, നമസ്കാരം. വഹാബ് സാറാണോ? ആ സാർ, ഞാന് സരിത എസ് നായരാണ്. ഫോൺ വിളിക്കാൻ വഹാബ് സാറാണോ? ഓക്ക് മാന്യതണ്ടേ. ഓള് ഇവിടെ പട്ടീന്ന് വിളിച്ച നിലക്ക് അതിന്റെ പുതിയാപ്പളന്റെ പേരെങ്കിലും ഓള് വിളിക്കണം. ഓള് വിളിച്ചില്ല. ഓളെന്നെ വിളിച്ചത് വഹാബ് സാറല്ലേ എന്നാ ചോദിച്ചത്. പറയട്ടെ. 2-3 പ്രാവശ്യമായിട്ട് എന്റെ പേര് വളരെ മോശമായിട്ട് മതപ്രഭാഷണങ്ങളിൽ വലിച്ചെറിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫേസ്ബുക്കിലൊക്കെ കണ്ടിരുന്നു. അതിന്റെ വാസ്തവം എനിക്കറിയില്ല. കാര്യം ഞാൻ സാറിന്റെ ഇത് നേരിട്ട് കണ്ടിട്ടില്ല. ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയാസിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയതുകൊണ്ട് നേരിട്ടൊന്ന് വിളിച്ച് ചോദിക്കാന്ന് വിചാരിച്ചുള്ളൂ. സാർ അങ്ങനെ സംസാരിച്ചു. നിങ്ങളുടെ പ്രസംഗത്തിൽ എന്നെ സംബന്ധിച്ച് തെരുവ് പട്ടി എന്നൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിക്കുകയാണ്. ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയാസിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയതുകൊണ്ട് ഞാൻ നേരിട്ടൊന്ന് വിളിച്ച് ചോദിക്കാന്ന് വിചാരിച്ചുള്ളൂ. സാർ അങ്ങനെ സംസാരിച്ചിട്ടുള്ളതാണോ? അതെ, സോറി. ഞങ്ങൾ അത് മാഡത്തിനെ നമ്മളെ പ്രസംഗത്തിൽ എന്തെങ്കിലും മാഡത്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ മാഡം ക്ഷമിക്കണം. മാഡത്തിനെ ഉദ്ദേശിച്ച ഒരു പരാമർശം അല്ല. എന്നെ തെരുവുപട്ടി എന്നാണ് വിളിച്ചത്. ഞാനത് കേട്ടിരുന്നു. അല്ല, അതല്ല, അത് മാഡത്തിന് ഞാൻ നിങ്ങളെ വഷളാക്കണമെന്ന നിലക്കല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വേറെ നിലക്കാണ് സംസാരിച്ചത്. അതുകൊണ്ട് മാഡം എന്നോടൊന്ന് ക്ഷമിക്കണം. ദുന്യാവിൽ ആദ്യമായിട്ടേക്കാണ് ഇയാൾ ഒരു മനുഷ്യനോട് ക്ഷമിക്കണം എന്നൊക്കെ പറയണേ. വേറെ ദുന്യാവിലൊരാളോട് ഇയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അവരൊക്കെ കുതിര കയറല് മാത്രം, കളിയാക്കല് മാത്രമാണ്. അള്ളാന്റെ ദുന്യാവിൽ ഇങ്ങനത്തെ ഒരു പെണ്ണിനോട് മേഡമേ എന്നോട് ക്ഷമിക്കണമേ പടച്ചോനുകൂടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. സരിതാ നായരോട് പറയാണ് എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. മൂപ്പിത്തിയാര് വിട്ടോ? മൂപ്പിത്തിയാര് വിട്ടില്ല. പറയട്ടെ. അതെങ്ങനെയാണ്? അല്ല 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 പ്രസ്ഥാനത്തിലല്ല. ഞാനത് ശ്രദ്ധിച്ച് കേട്ടിരുന്നു. ഞാൻ നന്നായി ശ്രദ്ധിച്ചിരുന്നു വഹാബ് സാറെ. ഞാനൊരു 7-8 പ്രാവശ്യം ഞാനത് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ നമ്പറിൽ നേരിട്ട് വിളിച്ചത്. ഇയാൾ പറഞ്ഞു ഞാൻ അങ്ങനല്ല പറഞ്ഞത്, ഞാൻ ഇങ്ങനല്ല പറഞ്ഞത്. അപ്പൊ സരിത പറയാണ് ഞാൻ 7-8 പ്രാവശ്യം മടക്കി ഞാൻ ആ പ്രസംഗം കേട്ടിട്ടുണ്ട്. നിങ്ങൾ എന്നെ തെരുവ് പട്ടി എന്ന് എന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് സരിതാ നായർ ശക്തമായിട്ട് അങ്ങോട്ട് പ്രതികരിക്കുകയാണ്. ഞാനൊരു പ്രസംഗം ഇന്നലെ നടത്തിയിട്ടുണ്ട്. അത് ഞാനത് ചെയ്തിട്ടുള്ളത് കൃത്യമായി നിങ്ങളെ വാട്സപ്പിൽ ഈ നമ്പറിൽ വാട്സപ്പ് ഞാനത് വിട്ടുതരാം. ഇല്ല, ഞാൻ വാട്സപ്പ് യൂസ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലല്ല. ഒന്ന് എനിക്ക് എന്റെ സുഹൃത്തിന്റെ അപ്പൊ ഇയാൾ പറഞ്ഞു ബേജാറാകണ്ട, ഞാൻ അങ്ങനല്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് എന്റെ പ്രസംഗം മുഴുവൻ ഞങ്ങളെ വാട്സപ്പ് കിട്ടിയാൽ നിങ്ങളെ വാട്സപ്പ് നമ്പർ ഒന്ന് തരുമോ? അപ്പൊ സരിത പറഞ്ഞു ഞാനിപ്പോ നിങ്ങളെമാതിരി വാട്സപ്പ് ഒന്നും ഉപയോഗിക്കലില്ല. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഞാൻ എന്റെ ഒരു സ്നേഹിതന്റെ വാട്സപ്പിൽ വന്നതാണ്, ഞാൻ അതിനാ കേട്ടതെന്ന് സരിത. എന്നാ ഓളെ നമ്പർ തരും, ഞാൻ ഓളേക്ക് ഇട്ടുകൊടുക്കാം. നിങ്ങൾ ആലോചിക്കിട്ട് ഒരു മനുഷ്യന്റെ ഒരു അധപ്പതന.
ാണ് ഇത് വന്നിട്ടുള്ളത്. ഞാൻ അവളുടെ വാട്സപ്പിൽ ഞാൻ ഇത് കണ്ടു. ഇപ്പൊ ഞാൻ ആ നമ്പർ തന്നാൽ ഞാൻ ഇന്നലെ നമ്മള് നമ്മളെ ഉദ്ദേശമല്ല. നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇതേപോലുള്ള ആളുകൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ രംഗത്തോ സാമൂഹ്യ രംഗത്തോ വിഷമങ്ങൾ വന്നാൽ അവർക്ക് ചെയ്യേണ്ട പ്രതിരോധം അവർക്ക് അവരല്ല നമ്മൾ ഉദ്ദേശിച്ചത്. നമുക്ക് ആരോടും പ്രതിരോധമോ പ്രതികാരമോ ഒന്നുമല്ല. നമ്മളുടെ ജീവിതത്തിൽ വന്നത് നമ്മൾ സംസാരിക്കുന്ന അതിന്റെ രാഷ്ട്രീയപരമായിട്ട് എനിക്ക് യാതൊരു പാർട്ടിയുടെയും ബാക്കപ്പിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ല. എന്റെ വ്യക്തിപരമായ വിഷയങ്ങളാണത്. ആദ്യം ആരെ പറ്റിയിട്ടും നമ്മൾ സംസാരിച്ചാലും അവരെ എന്താണെന്നൊന്നും മനസ്സിലാക്കണം. തെറ്റ് ചെയ്തവരെ നമ്മൾ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ എപ്പോഴാണെങ്കിലും സഭ്യമായ ഒരു ഭാഷ നമ്മൾ യൂസ് ചെയ്താൽ അത് എവിടെയും നമുക്കൊരു വിലയായിരിക്കും. ആരെയും തെരുവ് നായെന്നും ഒന്നും വിളിക്കാൻ ആർക്കും അവകാശമില്ല. കാര്യം നമ്മളെല്ലാം മനുഷ്യരാണ്. എനിക്ക് ഒരു നിമിഷം വഹാബ് സാറേ, എനിക്ക് സാറിന്റെ കൂട്ടും സാറിന്റെ വൈഫിന്റെ കൂട്ടും ഉമ്മയുടെ കൂട്ടും ബാപ്പയുടെ കൂട്ടും ഒക്കെ 2 കൈയും 2 കാലും അതേപോലത്തെ തലച്ചോറുള്ളൊരു തലയുള്ളൊരു സ്ത്രീയാണ്. ഞാൻ നിങ്ങളെ പെണ്ണുങ്ങളെ മാതിരി ഉമ്മാന്റെ മാതിരി 2 കൈയും കാലും തലയും ഒക്കെ ഉള്ളൊരു പെണ്ണ് തന്നെയാണ് ഞാൻ പട്ടിയല്ല എന്ന് സരിതാ നായർ തുറന്നു പറയാണ്. ഇയാൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. വ്യാപകമായ പ്രശ്നമായി അവസാനം സരിതാ നായർ പറഞ്ഞു, ഞാൻ എന്റെ അഡ്വക്കറ്റുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ട് ഇയാൾ പറയാണ്, ഞാനൊരു മദ്രസ പഠിപ്പിച്ചിന്റെ മൂല്യാരാണ്, ഞാൻ AP മദ്രസ പഠിപ്പിച്ചിന്റെ മൂല്യാരാണ്, ഇന്നെ അങ്ങനൊന്നും ആക്കിയല്ലേ. ഇയാളാകെ ബേജാറായിപ്പോയി. ഇയാൾ പറയാം, ഞാനൊരു മദ്രസ പഠിപ്പിക്കുന്ന ഞാൻ കാന്തപുരം വിഭാഗത്തിന് സാധാ മദ്രസ പഠിപ്പിച്ചിന്റെ മൂല്യാരാണ്, എനിക്ക് കേസ് എന്താണെന്നറിയില്ല, വക്കീലെന്താണെന്നറിയില്ല. നോക്കി നിങ്ങളൊരു മനുഷ്യന്റെ അധപ്പതനം. ഈ രൂപത്തിൽ പരിപൂർണമായി സമുദായത്തിന് മുന്നിൽ വഷളത്തരത്തിലായി. ഇന്ന് മറുവിഭാഗത്തിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാണ്. എന്തിനെപ്പറ്റി ചെയ്യണം? ഈ മനുഷ്യർ പലജാതി വിഷയങ്ങളിലും ഇങ്ങനെ സംഘടനക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇയാൾ ഉംറക്ക് അങ്ങനെ ഫോൺ വിളിയൊക്കെ കഴിഞ്ഞ് ഇയാൾ ഉംറക്ക് പോയി മക്കത്തെത്തി. മനസ്സിന് സമാധാനമില്ല. അവ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞു, നമ്മൾ ഏതായാലും വേണ്ടിയിൽ ഒരു വിശദീകരണം നമ്മൾ പുറത്തിറക്കുക. നാട് മുഴുവനും ഇപ്പോൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും വ്യാപകമായിട്ട് പ്രചരിച്ചിട്ടുണ്ട്. നാട്ടിക്ക് നമുക്ക് 15 ദിവസം കഴിഞ്ഞാൽ നാട്ടിക്ക് പോകണമല്ലോ, അപ്പൊ അതുകൊണ്ട് നമുക്കൊരു വിശദീകരണം. അങ്ങനെ ഇയാൾ ഫേസ്ബുക്കിൽ ഇതിന്റെ ഒരു വിശദീകരണം പറഞ്ഞു. ഇത് പറഞ്ഞു നോക്കുമ്പോൾ പുടിച്ചാലും വലിയത് മടയിലെന്ന് പറഞ്ഞ മാതിരി ആ ഫേസ്ബുക്കിൽ ഇറക്കിയ വിശദീകരണം അതിലേറെ വലിയ അബദ്ധമായി. 10-22 മിനിറ്റുള്ള ഒരു വിശദീകരണം ഇയാൾ ഇറക്കി. ആ വിശദീകരണത്തിന്റെ തുടക്കം മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. സൗകര്യം പോലെ പിന്നീട് നമുക്കതൊക്കെ പറയാം. ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. അദ്ദേഹം പറയട്ടെ. ഇതാണ് സമസ്തന്റെ ആലിമീങ്ങളെ കുറ്റം പറയാൻ നടക്കുന്ന വഹാബ് സഖാഫി എന്ന് പറഞ്ഞ സാധനം. ഇയാളാണ്. ഇയാൾ അതിന്റെ വിശദീകരണം പറയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, വെറുതെ ഇങ്ങനെ ഒന്ന് ലൈവിൽ കയറിയതാണ്. നമ്മൾ സാധാരണ ഇങ്ങനെ ഫേസ്ബുക്കിലൊന്നും കയറുന്ന ശൈലിയുള്ള ആളല്ല. മൂപ്പര് ഇപ്പൊ 24 മണിക്കൂർ ദിക്റൊക്കെ ആയിട്ട് നടക്കുന്ന ആളാ. മൂപ്പർക്ക് ഫേസ്ബുക്ക് എന്താണെന്ന് അറിയില്ല, വാട്സപ്പ് എന്താണെന്ന് അറിയില്ല, നെറ്റ് എന്താണെന്നൊന്നും പാവത്തിന് അറിയില്ല. പാവൊരു മനുഷ്യനാണ്. ആദ്യമായിട്ട് കയറി വെക്കുക ഫേസ്ബുക്കിൽ. വെറുതെ പിന്നെ ഒന്നിങ്ങനെ ആളുകള് തമാശക്കും കാര്യത്തിനൊക്കെ കയറുന്ന ഒരു മേഖലയാണല്ലോ. അപ്പൊ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോ ഒന്ന് കയറിയതാണ്. അതല്ലാതെ പേടിച്ചിട്ട് വിശദീകരണം ഇറക്കാനൊന്നും കയറിയതല്ല. അങ്ങനെ വെറുതെ ഇരുന്നപ്പോ അങ്ങനെ ഫേസ്ബുക്കിൽ വെറുതെ ഒന്ന് കയറിയത്, സംസാരിക്കാൻ വേണ്ടി കയറിയതാണ്. എന്താ മൂപ്പർക്ക് പറയാനുള്ളത്? ഇന്നലെ രാത്രി പിന്നെ കാര്യമായി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെ ഉറങ്ങാം? അജാതി പുളിയല്ലേ സരിത വിളിച്ചത്. മൂപ്പര് പറയുന്നത് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം അജാതി പുളിയാണ് തലേ ദിവസം സരിത വിളിച്ചത്. എങ്ങനെ ഉറങ്ങണേ? ഇവിടെ മന്ത്രിമാരും ദിവസങ്ങളോളം ഉറങ്ങിയിട്ടില്ല ഓളെ പുളിയോണ്ട്. പിന്നെ ഇയാൾ ഉറങ്ങുമോ? എന്നിട്ട് അതിന്റെ കാരണം അപ്പൊ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. അതിന്റെ കാരണം എന്താ നിങ്ങള് ഇവരെ ഭാഗമൊന്നും വരട്ടെ. അതിന്റെ കാരണമാണ് ഇനി രസം. ഞാന് ഒരു ഉംറക്കൊപ്പാട് ഉദ്ദേശിച്ചൊരു വിദേശയാത്ര പിന്നെ കാര്യമായി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ കാരണം ഞാന് ഒരു ഉംറക്കൊപ്പാട് ഉദ്ദേശിച്ച വിദേശയാത്രയിലായിരുന്നു ഇന്നലെ രാത്രി. വിദേശയാത്രക്ക് പോകണല്ലോ, ഒത്തിരി ഉറങ്ങാൻ ഉത്തരക്കണം. അതിന്റെ ഫർദറ്റാണോ? ഞാനിപ്പോ ഇന്നലെ ഉംറ കഴിഞ്ഞ് വന്ന, എനിക്കിപ്പോ 4 ദിവസം ഉത്തരണ്ട് ഉറങ്ങിക്കൂടെ? ഞാനിപ്പോ ഇന്നലെ ഉംറ കഴിഞ്ഞ് വന്നു. ഞാൻ 6-ാം തീയതി ഉംറക്ക് പോയത്, 5-ാം തീയതി പരിപാടിക്ക് പോയിട്ടുണ്ട്.
5-ാം തീയതി കോഴിക്കോട് ഇടിയങ്ങര ഷേഖ് പള്ളിയിൽ മഹാനവർ ഉറൂസുമായി ബന്ധപ്പെട്ട വഅദ് 5-ാം തീയതി. 6-ാം തീയതി സുബിക്ക് ഞാൻ പോയില്ലേ. അത് ഉംറക്ക് പോണോണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. അതൊന്നുമല്ല, സരിതന്റെ ഫോൺ വിളിയുടെ ആ സ്ട്രോങ് കൊണ്ടാണ് ഉറക്കരാഞ്ഞത്. നമുക്കറിയാം. അതുകൊണ്ട് കാര്യമായി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. വേറെ കാരണങ്ങളൊന്നുമല്ല. വേറെ കാരണമൊന്നുമല്ല. അപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ തന്നെയല്ലേ കാരണം എന്ന്. ഇയാള് പറയാ ഞാൻ തന്നെ ഉറങ്ങിയിട്ടില്ല, അതിന്റെ കാരണം ഞാൻ ഉംറക്ക് പോയതാണ്, വേറെ കാരണമൊന്നുമല്ല. അപ്പൊ എന്നോട് ഉറപ്പായി സരിതന്റെ ഫോൺ വിളി തന്നെയാണ് കാരണം എന്ന്. ഞാനിപ്പോ ഇവിടെ രാവിലെ വന്ന് ഇറങ്ങി നമ്മളെ വൈഫൈ ഒക്കെ ഒന്ന് ഓണാക്കിയാണ്ട് നോക്കുമ്പോ അയാൾക്ക് അയാൾക്ക് പിന്നെ വാട്സപ്പ് ഇതൊന്നും ഇല്ല. പക്ഷെ ഇയാൾ വൈഫൈ ഓണാക്കിയിട്ടുണ്ട്. പിന്നെ അത് മൂക്ക് കൂടെ കയറ്റാനാ വൈഫൈ ആണ്. ഇയാൾ പറയാണ് എനിക്ക് ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും ഇല്ല. പക്ഷെ ഇവിടെ ഞാൻ വന്ന് നോക്കുമ്പോ വൈഫൈ ഞാൻ ഓണാക്കിയത്. അതിന് വൈഫൈ എന്തിനുള്ള ആയിക്കോട്ടെ എന്നാലും വേണ്ടില്ല. രാവിലെ വന്ന് ഇറങ്ങി നമ്മളെ വൈഫൈ ഒക്കെ ഒന്ന് ഓണാക്കിയിട്ട് നോക്കുമ്പോ അതിലൊരു ക്ലിപ്പ് വല്ലാതെ എസ്കക്കാര് പ്രചരിപ്പിക്കുന്നുണ്ട്. എസ്കക്കാര് പ്രചരിപ്പിച്ചതല്ല, സരിതാ നായർ പ്രചരിപ്പിച്ചതാണത്. ഇയാളും സരിതാ നായരും നല്ല സംഭാഷണം. ഒന്നിക്ക് ഇയാള് പുറത്തു വിടണം, അല്ലെങ്കിൽ സരിത പുറത്തു വിടണം. ഇയാൾ ഏതായാലും വിടൂല. കൊല്ലിക്ക് പിടിച്ച് വെക്കാനും ഇയാൾ വിടൂല. കാരണം എന്താ, ഇയാള് കൊടുക്കണ ഫോൺ ക്ലിപ്പല്ലേ. പിന്നെ ആരാ പുറത്തു വിട്ടത്? സരിതാ നായർ പുറത്തു വിട്ടു. എന്നിട്ട് ഇയാൾ പറയാം അത് എസ്കക്കാര് പ്രചരിപ്പിച്ച ഇയാളെ അനങ്ങിയാളെ സ്വഭാവമാണത്. എന്തുണ്ട് ഉണ്ടായാലും അത് സമസ്തന്റെ ലേബിളിൽ അല്ലെങ്കിൽ SKSF അക്കൗണ്ട് കാണി തള്ളല. ഇപ്പൊ എന്താ ഇയാൾ പറഞ്ഞത്? ഞാൻ ഫേസ്ബുക്ക് ഇത് തുറന്നു നോക്കുന്ന സമയത്ത് വ്യാപകമായ ക്ലിപ്പുണ്ട്, എസ്കക്കാര് പ്രചരിപ്പിച്ചതാണ്. എസ്കക്കാര് പ്രചരിപ്പിച്ചതല്ല, സരിതാ നായർ പ്രചരിപ്പിച്ചു. സരിതാ നായർ വ്യാപകമായി അത് ഷെയർ ചെയ്തു. ഒറ്റ സെക്കൻഡ് കൊണ്ട് ലോകം മുഴുവൻ എത്തി. അതുകൊണ്ട് SKS എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സരിതാ നായരോട് പറഞ്ഞിട്ട് ഇഞ്ഞു സൂറി പറഞ്ഞുകൂടി, അല്ലാതെ അതിന് മാർഗം ചെയ്യാനൊന്നും. ആ ക്ലിപ്പ് വാട്സപ്പിലൊക്കെ വിട്ടെന്നുങ്ങാണ്ട് ഇങ്ങനെ നാറിയിലെ എന്നുള്ള ചോദ്യമാണ് ഇപ്പൊ എല്ലാരും ആവർത്തിച്ച് ചോദിക്കണേ. ഞാൻ ചോദിക്കേണ്ട ചോദ്യം തന്നെയാണുള്ളത്. ആൾക്കാർ വാട്സപ്പിൽ കൂടെ ചോദിക്കണ്ട് നാറിയിലേ. പിന്നെന്താ ചോദിക്കേണ്ടിയത്? അങ്ങനെ തന്നെയല്ല ചോദിക്കേണ്ടി. അതിലേറെ അപ്പുറത്തൊരു വാക്കുണ്ട്, അത് ചോദിക്കണം നമുക്ക് പറയാനുള്ളത്. കാരണം സമസ്തന്റെ അഹലിമീങ്ങളെ കുതിര കയറി നടന്നിട്ട് അവസാനം ഒരു പെണ്ണിനെ കൊണ്ട് വായ മൂടിക്കെട്ടേണ്ട സാഹചര്യം വന്നാൽ പിന്നെ നാറിയിലേ എന്നല്ലാതെ പിന്നെ നന്നായിലേ എന്നാ ചോദിക്കേണ്ടേ? ക്ലിപ്പിലൊരു നാറ്റക്കേസൊന്നും കേട്ടിട്ടില്ല. ക്ലിപ്പിൽ നാറ്റക്കേസില്ല. അതിന് മുമ്പ് നാറിന് വാക്ക് പറഞ്ഞതാ പയച്ചത്. ക്ലിപ്പിൽ നാറ്റക്കേസ് എന്താണ്? ഈ സംസാരത്തിൽ സരിതാ നായർ ഈ മനുഷ്യനെ അദബ് പഠിപ്പിക്കണം. മര്യാദയ്ക്ക് മനുഷ്യനോട് സംസാരിക്കണം, സൂക്ഷിച്ചു വേണം സംസാരിക്കണ, രൂപം നന്നാണെന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അപ്പോ വ്യക്തിപരമായ ചില കാര്യങ്ങൾ പങ്കുവെക്കാം എന്ന് കരുതിയിട്ടാണ് ഇപ്പം ഫേസ്ബുക്കിൽ വന്നത്. ഞാൻ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് കോട്ടക്കൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു. ആ പ്രസംഗം നടത്തിയപ്പോ പിന്നെ മതരംഗത്ത് ചിലർ ഇപ്പൊ അടുത്ത കാലത്ത് കൊണ്ടുവന്ന ഒരു ബ്ലാക്ക് മെയിൽ സമ്പ്രദായത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന്റെ അടിയിൽ ഒരു സ്ത്രീ പേര് ഞാൻ എന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചിരുന്നു. വലിയ കളവാണ് ഇയാൾ ഇവിടെ പറഞ്ഞത്. കോട്ടക്കൽ നടന്ന പ്രസംഗത്തിൽ ഒരു സ്ത്രീയുടെ പേര് ഞാൻ പരാമർശിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിവാദങ്ങളും ഉണ്ടായത്. ആ സ്ത്രീയുടെ പേര് പരാമർശിച്ചതിലല്ല വിഷയം. സരിതാ നായർ എന്ന് പറഞ്ഞത് സബുൽ മുബിക്കാത്തൊന്നുമല്ലോ. പക്ഷെ ആ പെണ്ണിനെ തെരുവ് പട്ടി എന്ന് പ്രയോഗിച്ചതാണ് പ്രശ്നം. ഇയാൾ ആ ഭാഗം മറച്ചു വെക്കുകയാണ്. അതിന്റെ പ്രസംഗത്തിൽ ഞാൻ സ്ത്രീയുടെ പേര് പരാമർശിച്ചു. ഓളെ പേര് പട്ടിയെന്ന ആ പേര് പരാമർശിച്ചു. അതാ വിവാദമായത്. അതല്ല വിവാദമായത്. മൂപ്പത്തിയാരെ പേര് സരിത എസ് നായർ എന്നാ. അത് പറഞ്ഞാൽ ഒരു വിവാദം ഉണ്ടാവില്ല. അത് പ്രസംഗം കഴിഞ്ഞതിന്റെ ശേഷം എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ആ പേര് അവിടെ പരാമർശിക്കേണ്ട കാര്യമല്ല എന്ന്. അയാൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇത്രത്തോളം വിടല് വിട്ടാൽ ഇയാൾക്ക് തോന്നല്ല. പക്ഷെ ഇയാൾക്ക് അതിന് തോന്നി. അപ്പൊ അയാൾക്ക് തോന്നിയെടുത്ത് വലിയ ഗൗരവമാണ്. ആ പേര് പരാമർശിച്ചതല്ല, ആ പെണ്ണിനെ ഈ നീചമായി വാക്ക് വിളിച്ചത് തെറ്റായി പോകുന്ന അയാൾക്ക് തോന്നിയിട്ടുണ്ട്. തോന്നാൻ കാരണം മറ്റൊന്നല്ല. ഒന്ന്, നമ്മള് ഒരു സംഘടനയുടെ പ്രസ്ഥാനത്തിന്റെ സ്റ്റേജിലാണല്ലോ പ്രസംഗിക്കണേ. ആ ഒരു ബോധ്യമുള്ളത് കൊണ്ടും ആ ബോധ്യം സംഘടനാ രംഗത്ത് നിന്ന് നമുക്ക് കിട്ടിയതായതുകൊണ്ടുമാണ്. സംഘടനയിൽ ഇക്കാര്യം വരെ പ്രവർത്തിച്ചിട്ട് ആ ബോധം ഉണ്ടായതാന്നുള്ളതാണ് നമുക്കുള്ള സങ്കടം. ഒരു ബോധമുള്ള മനുഷ്യൻ ഇങ്ങനെ വാക്ക് പറയില്ലല്ലോ. ഇയാൾ പറയുന്നത് സംഘടനയിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് എനിക്ക് ആ ബോധം ഉണ്ടായത്. ആ ഒരു ബോധമുള്ളൊരു സംസാരം ആയിരുന്നില്ല ഇയാളിൽ നിന്നുണ്ടായത്. സംബന്ധിച്ചിടത്തോളം
സംഘടനാപരമായി പിന്നെ ഞാൻ ഇടക്ക് പിന്നെ ഒരു സുഹൃത്തിന്റെ ഫേസ്ബുക്കിലാണിത് കയറി സംസാരിക്കുന്നത്. പിന്നെ സംഘടനാപരമായി നമുക്ക് കിട്ടിയ ഒരുപാട് പരിശീലനം കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് നമ്മൾ പാകപ്പെടുകയും തസ്കിയത്ത് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തത്. ഇജാതി തസ്കിയത്താണെങ്കിൽ അത് കിട്ടാതെക്കാന്നല്ലേ? സംഘടനയിൽ എനിക്ക് കിട്ടിയ തസ്കിയത്തും ശിക്ഷണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കായത്. ഇജാതി തസ്കിയത്തും ശിക്ഷണാണെങ്കിൽ ആ വഴിക്ക് പോകാതെക്കാന്നല്ലേ? മനുഷ്യര് തസ്കിയത്തും ശിക്ഷണവും തെർബിയത്തും കിട്ടുമ്പോൾ മനുഷ്യൻ നന്നാകലാണ്. ഈ കോലത്തിൽ നന്നാവലാണെങ്കിൽ ആ ഭാഗത്തേക്ക് പോകണ്ടെന്ന് നമുക്കൊക്കെ പറയാനുള്ളത്. ഞാൻ ഓർക്കുകയാണ്, ഒരു പിന്നെ കുറച്ചു മുമ്പ് ഒരു വിവാദ സംഗതികളൊക്കെ കഴിഞ്ഞ ശേഷം കളന്തോട് വെച്ച് ഞാൻ പ്രസംഗിക്കുന്ന ടൈമിൽ പ്രസംഗിക്കുന്നതിന്റെ തലേന്ന് രാത്രി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് വിളിച്ചിട്ട് എന്നോട് നാളെ പരിപാടി ഉണ്ട്, എന്നാൽ പിന്നെ പ്രസംഗം നല്ലോണം ശ്രദ്ധിക്കണം. നമ്മള് പിന്നെ ഒരു ദിവസം കളന്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇയാൾക്ക് പരിപാടിയില്ലെന്നെ തലേന്ന് ഇയാളെ പേരോട് വിളിച്ചത്രേ. വിളിച്ചിട്ട് ചോദിച്ചു, സഖാഫി നാളെ പരിപാടി ഉണ്ട്, എന്നാ വാക്കുകളും പ്രസംഗമൊക്കെ നല്ലോണം സൂക്ഷിക്കണം കേട്ടോ. എന്താ അതിന്റെ അർത്ഥം? തൊള്ളയെ കൂടെ തോന്നിയാസം മാത്രം പറയണമെന്നല്ലേ അർത്ഥം? ഇന്നോടിപ്പോ നമ്മൾ ഉത്തരവാദപ്പെട്ട ഉസ്താവ് വിളിച്ചിട്ട് പറയാണ്, ദാരിമി നാളെ പരിപാടി ഉണ്ട്, എന്നാ പ്രസംഗമൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ എന്റെ പ്രസംഗം വളരെ ഉഷാറാണെന്ന് അതിന്റെ അർത്ഥം? എന്റെ പ്രസംഗം മോശമാണ്, സംസാരത്തിൽ പാളിച്ചുണ്ട് എന്നല്ല എന്റെ അർത്ഥം? അപ്പൊ ഇയാൾ പറയാണ്, ഇയാളോട് പേരോട് വിളിച്ചിട്ട് പറഞ്ഞത്ര പ്രസംഗമൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അതിനു മാത്രം തറ പ്രസംഗാണെന്ന് നേതാക്കന്മാർക്ക് പോലും കിട്ടുന്നല്ലേ? എന്നിട്ടിട്ട് ഇയാൾ നന്നായോ? അതിന് ശേഷമല്ല ഇപ്പൊ ഈ പട്ടിയെന്നുള്ള വിളി വന്നത്? നന്നായിട്ടില്ല എന്നല്ല എന്റെ അർത്ഥം? എന്നോട് നാളെ പരിപാടി ഉണ്ട്, എന്നാല് പിന്നെ പ്രസംഗം നല്ലോണം ശ്രദ്ധിക്കണം. നമ്മള് പിന്നെ നന്നാകണം എന്ന് ചിന്തിക്കണോലും കേടുവരണം എന്ന് ചിന്തിക്കണോലും നമ്മളെ പ്രസംഗം കേൾക്കും. അങ്ങനെയില്ല, കേടുവരണം എന്ന് ചിന്തിച്ചാൽ ആരും പ്രസംഗം കേൾക്കൂല. എല്ലാവരും പ്രസംഗം കേൾക്കുമ്പോൾ നന്നാകണം എന്ന് എഴുതിയിട്ട് പ്രസംഗം കേൾക്കുക. ഇജാതി പ്രസംഗം കേട്ടാൽ നന്നാകണം എന്ന് കരുതിയൊരു കേട് വന്ന് പോകലാണ്ടാകുക. കേട് വരണം എന്ന് എഴുതിയിട്ട് ആരും പ്രസംഗം കേൾക്കൂല. അതിന് ബേജാറാകാനൊന്നുമില്ല. കേൾക്കുന്ന ആളുകൾ നന്നാകണം എന്ന നീയത്തിൽ നമ്മൾ പ്രസംഗിച്ചാൽ മതി എന്ന് ഉസ്താദ് എന്ന് പറഞ്ഞ ആ വാക്കിപ്പോഴും ഞാൻ മനസ്സിൽ ഓർക്കുകയാണ്. അപ്പൊ അങ്ങനെ കുറെ ഉപദേശവും നിർദ്ദേശവും പിന്നെ ശിക്ഷയും ശിക്ഷണവും ഒക്കെ കിട്ടുമ്പോൾ തന്നെയാണ് നമ്മൾ നന്നാകുക. പക്ഷെ നന്നായിട്ടില്ല. ഈ ശിക്ഷയും ശിക്ഷണമൊക്കെ കിട്ടുമ്പോഴാണ് മനുഷ്യൻ നന്നാകല്. പക്ഷെ നന്നായിട്ടില്ല, അവിടെയുള്ള പ്രശ്നേ. എന്നാ എത്ര ശിക്ഷയും ശിക്ഷണവും കിട്ടിയിട്ട് നന്നാകാതെ വരുമ്പോ ഇന്റെ അടുത്ത് തകരാറുണ്ടെന്ന് അവനാ മനസ്സിലായിട്ട് സ്വന്തം നന്നാകണ്ടേ? അങ്ങനെ നന്നാകണില്ല, എന്താ ചെയ്യണോ? ആ ഒരു നന്മ തന്നെയാണ് നമ്മളെ പ്രസംഗത്തിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതും അതിനൊക്കെ തന്നെയാണ് പ്രാസ്ഥാനിക രംഗത്ത് നിൽക്കുന്നതും. അപ്പോ ആ ഒരു പരിഗണന വെച്ചു, ആ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് ചിന്തിച്ചാൽ ആ ഒരു പ്രയോഗം അവിടെ വേണ്ടില്ലായിരുന്നു എന്ന് ഞാൻ അന്ന് തന്നെ ആലോചിച്ചിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഓൽക്ക് പ്രസംഗിക്കാൻ ഒന്നും ആലോചിക്കേണ്ട കാര്യമല്ല. കാരണം പിന്നെ സ്റ്റേജ് എവിടുന്ന അത് കോട്ടക്ക സമയം ചുരുക്കം കൊണ്ട് വിശദീകരിക്കുന്നില്ല. അപ്പൊ ഈ നിലക്ക് പ്രസംഗങ്ങളിൽ വന്ന അപാകതകൾ പോലും ന്യായീകരിച്ചും അതിനെ വ്യാഖ്യാനിച്ചും വീണ്ടും വീണ്ടും സമുദായ മധ്യത്തിൽ വഷളായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് നിഷ്പക്ഷമായി നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചതിന് ശേഷം ആരൊക്കെ വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങളെ കൊണ്ടോ അല്ലാത്ത നിലക്കോ ഈ സംഘടനയെ വേദനിപ്പിച്ചിട്ടുണ്ടോ അവര് മുഴുവനും 10 മടങ്ങ് ശക്തിയോടുകൂടെ ഒന്നല്ലെങ്കിൽ രണ്ടായിട്ടും ഒരിക്കലല്ലെങ്കിൽ പിന്നൊരിക്കലായിട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്നത് സമസ്തയുടെ കഴിഞ്ഞുപോയ ചരിത്രങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സമസ്തക്കെതിരെ ആദ്യമായി കേസ് കൊടുത്തൊരു മനുഷ്യൻ മലപ്പുറം ജില്ലയിലെ വാഴക്കാടിനടുത്ത ആക്കോട് എന്ന് പറയുന്ന പ്രദേശത്തുള്ളൊരു മനുഷ്യനാണ് TC മുഹമ്മദ് മുസ്ലിയാർ. സമസ്തക്കെതിരെ ആദ്യം കേസ് കൊടുത്ത ആള്. അയാൾ മരിച്ചത് കക്കൂസ് എന്നാണ്. കക്കൂസ് ഏതായാലും നല്ല സ്ഥലം എന്നല്ല എന്നുള്ളത് ഇത്തിഫാക്കല്ലേ? കക്കൂസ് എന്ന് അയാൾ മരിച്ചത്. സമയം കുറെ കഴിഞ്ഞിട്ട് മയ്യത്ത് ആളെ കാണാതെ പോയി നോക്കുമ്പോ കക്കൂസിൽ കിടന്നിട്ട് തീട്ടത്തിലൊന്നായിട്ട് താടി പെരണ്ട് കിടക്കാണ് ഈ മനുഷ്യൻ. പൈപ്പ് എടുത്തിട്ട് താടിമക്ക് വെള്ളമടിച്ച് തീട്ടം കളഞ്ഞിട്ടാ മയ്യത്തെടുത്ത്. സമസ്തക്കെതിരെ ആദ്യം കേസ് കൊടുത്ത മനുഷ്യന്റെ മരണം അങ്ങനെയാണ്. ബാക്കി 50 കൊണ്ട് ഖിയാസാക്കിയാൽ മതി. മറുഭാഗത്തിന്റെ ഉള്ള കണ്യത്തുസ്താദും ഷംസുലുമയും ഉള്ള സമയത്ത് സമസ്തക്ക് സമാന്തരമുണ്ടാക്കി അന്ന് പ്രസിഡന്റായ ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ, ഞമ്മക്കാരോടും വ്യക്തിപരമായ വൈരാഗ്യമൊന്നുമില്ല, ആ മനുഷ്യന്റെ അവസാന കാലത്തെ സംബന്ധിച്ച് തുറന്നു പറയാൻ ധൈര്യം കാണിക്കാൻ
മറുഭാഗത്തുള്ള ഒരാൾക്കും കഴിയില്ല. എനിക്ക് വരക്കല് പോണം, ഈക്കനെ കാണണമെന്ന് അവസാന കാലത്ത് പലരോടും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. ഈ രണ്ട് മഹാന്മാർ കണ്ണിയത്ത് ഉസ്താദും ഷംസുലുമയുമുള്ള സമയത്ത് സമസ്തക്ക് സമാന്തരമുണ്ടാക്കിയതിൽ പ്രസിഡന്റിന്റെ ഹാലിതാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമുദായ മധ്യത്തിലുണ്ടാക്കിയ ഈ പ്രശ്നങ്ങൾക്കും ഭിന്നതകൾക്കും അദ്ദേഹം അനുഭവിക്കാനിരിക്കുന്നേയുള്ളൂ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നത് മോനെ 13 സമസ്ത കേരള ജമിയത്തിൽ നിന്ന് മാറിപ്പോയതിനു ശേഷം മുടി മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു പാത്രം കൊണ്ടുവന്നിരുന്നു. ഞാൻ നിഷ്പക്ഷമായി ചിന്തിക്കാൻ വേണ്ടി പറയാം. മുടി എവിടെയെന്ന് ചോദിച്ചാൽ ഒരു പറയും മർക്കസിലുണ്ട് അറിയും. ആ ചോദ്യം കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം ചോദിക്കും, പാത്രം എവിടെയാണെന്ന് നിങ്ങൾ ചോദിക്കണം. നമ്മൾ ബന്ധപ്പെട്ട പ്രവർത്തകന്മാർ AP-ക്കാരെ ഓരോട് ചോദിക്കണം, പാത്രം വലിയൊരു സമ്മേളനത്തിൽ വിതരണം ചെയ്തിരുന്നല്ലോ, റസൂലുള്ള വെള്ളം കുടിച്ച പാത്രമാണ്, അതിൽ വെള്ളം ഒഴിച്ചിട്ട് നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കുമെന്നൊക്കെ പ്രചരിപ്പിച്ചിരുന്നല്ലോ, എവിടെയാണ് ആ പാത്രം എന്ന് നിങ്ങൾ ചോദിക്കണം. പ്രവാചകൻ മുഹമ്മദ് നബിയുടേതെന്ന് അവകാശപ്പെടുന്ന കേശം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് നൽകിയത് UAE-കാരനായ ഹസ്രജിയാണ്. അയാളാണ് സകല കുത്തിത്തിരിപ്പുണ്ടാക്കി. ഇയാൾ എന്തെങ്കിലും ഇങ്ങനെ കൊണ്ടുവരും, അത് മറ്റേയാൾ ഇങ്ങനെ വാങ്ങും, അതിങ്ങനെ നാട്ടുകാർക്ക് കൊടുക്കും, നാട്ടിൽ ഇങ്ങനെ വിത്തനുണ്ടാവും. അതേ ഹസ്രജി തന്നെയാണ് പ്രവാചകൻ പാനം ചെയ്യാൻ ഉപയോഗിച്ചതെന്ന് അവകാശപ്പെട്ട് ഒരു പാത്രം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് നൽകുന്നതായി പ്രഖ്യാപിച്ചത്. വലിയ സമ്മാനം തരാൻ പോകുകയാണ്. ബഹുമാനപ്പെട്ട ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച പാത്രമാണ്. ആ പാത്രം ഇപ്പൊ ഇവിടെ കാണാനില്ല, പാത്രം കാണാനില്ല. ചോദിക്കണോലോട് ഇവൻ കള്ളൂടേനോട് വജ്ജു ചോദിച്ച മാതിരി ഒരു തലയും പാലുമില്ല. ഇത് റസൂലുള്ള വെള്ളം കുടിച്ച പാത്രമാണ്, ഇത് അങ്ങക്ക് തരാൻ കൊണ്ടുവന്നതാണ്, ഇതിന് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങൾക്കൊക്കെ തരുമെന്ന് പറഞ്ഞ് വലിയ പ്രചരണം നടത്തി. ആ പാത്രം എവിടെയെന്ന് ചോദിക്കുക നിങ്ങളെ ആൾക്കാരോട്. ഞാൻ ഈ ഉയർത്തി കാണിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അതിലേക്ക് നോക്കാൻ ഒരു അവസരം ഞാനിതാ നൽകുകയാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട ശൈഖ് അബൂബക്കറുമായി സംസാരിച്ചുകൊണ്ട് ഇതിൽ ഒഴിച്ച വെള്ളം നിങ്ങൾക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും? പ്രവാചക വിശേഷിപ്പുകളെ ചിലർ എതിർക്കുന്നത് വ്യക്തിവിരോധം കൊണ്ടാണെന്ന് ചടങ്ങിൽ സംസാരിച്ച കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ഞാൻ പാത്രപ്പ കൊണ്ടുവന്നു, ഇതിനു മുമ്പ് ഞാൻ മുടി കൊണ്ടുവന്നിരുന്നു. ആ മുടി നാട്ടുകാരൊക്കെ എതിർക്കുന്നത് ഇന്നോടുള്ള ദേഷ്യം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ മുടി മാത്രമല്ല എല്ലാത്തിനും നമ്മൾ വിമർശിക്കൂലേ? പറയട്ടെ അദ്ദേഹം. AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, എന്തിനാണ് മക്കളെ നിങ്ങൾ അതിനൊക്കെ നിഷേധിക്കുന്നത്? അതിന് തെളിവില്ലാത്തതുകൊണ്ട്. ഈ കൊണ്ടുവരുന്നതിനൊക്കെ തെളിവ്. നാളെ ഒരാൾ വടി കൊണ്ടുവന്നിട്ട് പറയണത് മൂസാ നബിന്റെ വടിയാണെന്ന് പറഞ്ഞാൽ എന്താ പേര് ചെയ്യാൻ? നമ്മള് ഒരാൾ വലിയൊരു നിങ്ങളൊരു കുണ്ടമ്പടിയായിട്ട് വന്നു, ഇത് മൂസാ നബിന്റെ വടിയാണ്, നമ്മൾ ചോദിക്കൂലേ പൊന്നു സുഹൃത്തെ ഇത് മൂസാ നബിയുടെ വടിയാണ് എന്നതിന് തെളിവെന്താന്ന് നമ്മൾ ചോദിക്കൂല? അതല്ലേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. ഈ മുടിന്റെ തെളിവെന്താ? അത് റസൂലുള്ളാഹിയാണ് എന്നതിന്റെ രേഖ എന്താണ്? ഈ കൊണ്ടുവന്ന പാത്രം അതേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. എന്താണ് ഇതിന്റെ രേഖ? പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ അവസാനം നോക്കി നിങ്ങൾ, ഇവരൊരു തട്ടിപ്പിന്റെ രൂപം. പേരോട് നേതൃത്വം കൊടുക്കുന്ന ഒരു കോളേജുണ്ട്, സിറാജുൽ ഹുദ, കുറ്റ്യാടി സിറാജുൽ ഹുദ. ആ സിറാജുൽ ഹുദയുടെ സമ്മേളന പ്രചരണാർത്ഥം ഒരു ഹെൽമെറ്റ് പുറത്തിറക്കി. വലി നമ്മൾ സമ്മേളന പ്രചരണാർത്ഥം പെന്നിറക്കലുണ്ട്, പേഴ്സ് ഇറക്കലുണ്ട്, ഗ്ലാസ് ഇറക്കലുണ്ട്, പലതും. അതുപോലെ പിന്നെ ബാഗുകൾ ഇറക്കലുണ്ട്, അതൊക്കെ സാധാരണയാണ്. ഇവരതുപോലെ ഒരു ഹെൽമെറ്റ് ഇറക്കി. നമുക്ക് അതിനൊന്നും പരാതിയില്ല. പക്ഷെ ഹെൽമെറ്റ് ചെലവാകാൻ വേണ്ടി ഇവർ നടത്തിയ പ്രസംഗത്തിൽ ഹെൽമെറ്റ് ധരിച്ചാലുള്ള ഫളായിൽ ഇവർ പ്രസംഗിച്ചു. അതിൽ നമുക്ക് വലിയ വിരോധമുണ്ട്. ഫളായിലുൽ ഹെൽമെറ്റ് ഹംസത്തുൻ, ഹെൽമെറ്റ് ധരിച്ചാലുള്ള ശ്രേഷ്ഠത 5 എണ്ണമാണ്. ഇവര് പ്രസംഗിക്കാണ് ഹെൽമെറ്റിന്റെ ശ്രേഷ്ഠത. എന്താ ഈ കാലം വരെ ഇത് പറയാതിരുന്നത്? ഇപ്പൊ ഹെൽമെറ്റ് അവർ പുറത്തിറക്കിയപ്പോ അത് ചെലവാകണം. അപ്പൊ ഹെൽമെറ്റ് ധരിക്കല് സുന്നത്താണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഹെൽമെറ്റ് ധരിക്കല് സുന്നത്താണ്. ഞാൻ വെറുതെ പറയാന്ന് കരുതണ്ട, പേരോട് പറയട്ടെ. അത് ഓരോ ജില്ലയിലും 25 ഹെൽമെറ്റ് വിതരണം. അതിൽ 5 കാര്യമുണ്ട്. ഹെൽമെറ്റ് ധരിച്ചാൽ 5 കാര്യങ്ങളുണ്ട്. അതിൽ 5 കാര്യമുണ്ട്. 1 തലമറച്ച സുന്നത്ത്. നല്ല മട്ടുണ്ടാവും. ഹെൽമെറ്റ് കൊണ്ട് തലമറിച്ച് നിൽക്കാൻ പോയാൽ ചന്തി അടക്കള കുത്തിയുണ്ട് മാറി. ഹെൽമെറ്റ് ധരിച്ചാൽ തലമറച്ച സുന്നത്ത് കിട്ടുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്താ ഈ കാലം വരെ പറയാഞ്ഞത്? ഇപ്പൊ പറയണെന്തുകൊണ്ടാ? സിറാജുൽ ഹുദന്റെ കീഴിൽ ഹെൽമെറ്റ് ഇറക്കിയേക്കണ്, അത് ചെലവാകണം. അപ്പൊ ഹെൽമെറ്റ് ധരിച്ചാല് സുന്നത്തിന്റെ കൂലി കിട്ടും. എന്നിട്ട് 1 തലമറച്ച സുന്നത്ത്,
മറ്റൊന്ന് തലക്ക് പരിക്ക് പറ്റാതിരിക്കാൻ. രണ്ട് തലക്ക് പരിക്ക് പറ്റൂല, അത് മുമ്പ് പറഞ്ഞത് കാര്യം തന്നെയാണ്. ഒരു കെട്ടിമറിഞ്ഞ് വീണാൽ തലക്ക് പരിക്ക് പറ്റൂല. 2 3 വേറെ ഒന്ന് കൃത്യത്തിന് ഓരോ സ്ഥലത്തും എത്തിച്ചേരും. കാരണം പോലീസുകാർ പിടിച്ചേക്കൂല. ഹെൽമെറ്റ് ഇട്ടാൽ കൃത്യസമയത്ത് ഓരോ സ്ഥലത്തേക്ക് എത്താൻ പറ്റും. കാരണം പോലീസ് കൈയാണിക്കൂല. അത് മുമ്പ് പറഞ്ഞതും കാര്യമാണ്. 4-മത്തത് നിയമം ലംഘിക്കാതെ ജീവിക്കണം എന്ന മെസ്സേജ് നൽകുക. 4-മത്തത് ഹെൽമെറ്റ് ധരിച്ചാൽ ശ്രേഷ്ഠത നിയമം ലംഘിക്കാതെ ജീവിക്കണം എന്നൊരു മെസ്സേജ്. ബാക്കിയുള്ളവർക്കൊക്കെ നിയമം ലംഘിക്കാം. പള്ളി പൊളിക്ക, പള്ളി പൂട്ട, മദ്രസ പൊളിക്ക, സംഘടനയ്ക്കെതിരെ സംഘടന ഉണ്ടാക്കുക, ഉസ്താദുമാരെ കുതിര കയറ, പെണ്ണുങ്ങളെ പട്ടിയെന്ന് വിളിക്കുക, അതിനൊന്നും കുഴപ്പമില്ല. അവിടെ ഒന്നും നിയമം ലംഘിക്കുന്നതിന് കുഴപ്പമില്ല. ഇതോടെ ഹെൽമെറ്റ് ഇട്ടാൽ നിയമം ലംഘിക്കാതെ ജീവിക്കാം. 5-മത്തത് അതിന്റെ ബാക്കിലും സൈഡിലും സിറാജുൽ ഹുദാ സിൽവർ ജൂബിലി ഫെബ്രുവരി 3, 4, 5 എന്ന പ്രചരണം. അപ്പൊ ഇത് ധരിച്ചാൽ കുറ്റാടി സിറാജുൽ ഹുദന്റെ പ്രചരണം കൂടി നടത്തിയ സുന്നത്തും കൂടി അതിന് കിട്ടും. ഈ നിലക്ക് ഹെൽമറ്റ് ധരിക്കൽ സുന്നത്താണെന്ന് പോലും പ്രസംഗത്തിൽ പരാമർശിച്ച് കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി വിശുദ്ധമായ ദീനിന്റെ ശിആറുകളെ പോലും ഇവർ പരിഹസിച്ചു. ഈ കഴിഞ്ഞ മീലാദ് കോൺഫറൻസ് കഴിഞ്ഞു കോഴിക്കോട്, അന്ന് ഇവരൊരു പെട്ടി ഉണ്ടാക്കിയ നേർച്ചപ്പെട്ടി. എന്നിട്ട് പറഞ്ഞത് സ്വർഗത്തേക്കുള്ള പെട്ടിയാണ്. ഇതിൽ പൈസ ഇട്ടാണ്ട് സാധുക്കൊക്കെ കൊടുത്താൽ ആ സ്വതക്ക മൂലം സ്വർഗം കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തർക്കമില്ല. ഇത് സ്വർഗത്തിലേക്കുള്ള ഞങ്ങൾ നടന്ന ഇവിടെ ബോർഡുണ്ട് സ്വർഗപ്പെട്ടിന്ന്. കഴിഞ്ഞ എന്ത് പെട്ടി എനിക്കറിയില്ല. അത് കണ്ടപ്പോ എനിക്കിതാ ഓർമ്മ വന്നത്. സ്വർഗത്തിലേക്കുള്ള പെട്ടി, ദ ഗിഫ്റ്റ് ഓഫ് പാരഡൈസ്. എങ്ങനെ സ്വർഗം കിട്ടാൻ? ഈ പെട്ടി കൊടുന്നു വെച്ചിട്ട് അതിൽ പൈസ ഇടാം. പൈസ നിറഞ്ഞാൽ ഈ പെട്ടി മർക്കസ് കൊണ്ടേ കൊടുക്കുക, ഓന് സ്വർഗം ഉറപ്പ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. പറയട്ടെ, അദ്ദേഹം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരിയാണ് ഈ കഴിഞ്ഞ പ്രസംഗത്തിൽ അത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വന്നു വാങ്ങാതെയും സംഭാവന കൊടുക്കുന്ന ഒരു ശീലമാണ്. ഗിഫ്റ്റ് ടു പാരഡൈസ് എന്ന് പറഞ്ഞ ഒരു പെട്ടി സ്വന്തം വീട്ടിലുണ്ടാക്കി വെക്കുക, അതിൽ സംഭാവനകൾ നിക്ഷേപിക്കുക. ചെറിയ കുട്ടികൾക്കടക്കം ദാനശീലം വളരാൻ വേണ്ടി അവർക്ക് എല്ലാവർക്കും ഓരോ ബോക്സ് കൊടുക്കുക, അവർക്ക് കിട്ടുന്ന നാണയത്തുട്ടുകൾ അതിൽ നിക്ഷേപിക്കുക. നിറഞ്ഞു വരുമ്പോൾ അതുമായി നേരെ മർക്കസിലേക്ക് വരികയോ കൊടുത്തയക്കുകയോ ചെയ്യുന്നൊരു സിസ്റ്റമാണ്. കഴിഞ്ഞ വർഷം അൽഹംദുലില്ലാ ആ ഒരു നിർദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം ആളുകൾ ഈ കഴിഞ്ഞ ഷെയറെ മുബാറക്കിന്റെ ദിവസം മർക്കസിൽ അവർ തന്നെ സ്ഥാപിച്ച പെട്ടികളുമായി വന്നു. ജനങ്ങളുടെ സൗകര്യത്തിനു വേണ്ടി ഇന്ന് ഈ സദസ്സിൽ തന്നെ ആവശ്യമായ ഗിഫ്റ്റ് ടു പാരഡൈസ് എന്ന് പറയുന്ന ഹദിയത്തുൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്ന ഒരു ബോക്സ് ഇവിടെ വെച്ച് നൽകുന്നുണ്ട്. ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളവർകൾ സയ്യിദ് യൂസുഫുൽ ജീലാനി തങ്ങളവർക്ക് നൽകിക്കൊണ്ട് സ്വീകരിക്കുന്നു. ഈ ഖലീൽ തങ്ങൾ പണ്ടൊരു തിരുവനന്തപുരം ആസ്ഥാനത്തിന് ഉദ്ഘാടനം നടത്തിയത് തങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. തിരുവനന്തപുരത്ത് ഒരു ആസ്ഥാനം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് കേരള യാത്രയുടെ അന്ന് ഈ തങ്ങളൊരു ഉദ്ഘാടനം നടത്തി. തിരുവനന്തപുരത്ത് ആസ്ഥാനം ഉണ്ടാക്കും, 5000 ഉറുപ്പിക ചുരുങ്ങിയത് ഒരു യൂണിറ്റിൽ നിന്ന് കൊടുക്കണമെന്ന് പറഞ്ഞത് കൊല്ലങ്ങൾ പലത് കഴിഞ്ഞു. ആസ്ഥാനം കാണാനില്ല. അടുത്ത ഉദ്ഘാടനം തങ്ങൾ നടത്തുന്നു. ഈ നിലയ്ക്ക് ഇതിൽ പൈസ ഇട്ടിട്ട് ആ പൈസ നിറഞ്ഞിട്ട് ഈ പെട്ടി മർക്കസിൽ കൊണ്ടു കൊടുത്താൽ അത് സ്വർഗത്തിലേക്കുള്ളൊരു വഴിയാണെന്ന് പറഞ്ഞ്, സ്വർഗത്തിലേക്ക് എത്തുന്ന പെട്ടിയാണെന്ന് പറഞ്ഞ് പാവങ്ങളെ ചൂഷണം ചെയ്യാൻ തുടങ്ങുന്നു. ഇങ്ങനെ ഒരുപാട് ചൂഷണ മാർഗം. മർക്കസിൽ നിന്ന് ഇറങ്ങുന്ന ഒരുപാട് ആളുകൾ അവർക്ക് ജീവിതമാർഗം എന്ന നിലയ്ക്ക് ഒരു പശു വളർത്തൽ കേന്ദ്രം തുടങ്ങിയ ഒരു 3 കൊല്ലം മുമ്പ്. ഇതൊക്കെ നമ്മൾ അറിയേണ്ട വിഷയമാണ്. പശു വളർത്തൽ കേന്ദ്രം 17 ആ പശു വളർത്തൽ കേന്ദ്രം തുടങ്ങുന്നു എന്ന് പറഞ്ഞു. എവിടെ സ്ഥലം പറഞ്ഞില്ല. പലപ്പോഴും നമ്മൾ ചോദിച്ചു അത് എവിടെയാണ് സ്ഥലം പറഞ്ഞില്ല. 80,000 ഉറുപ്പിക ഒരു പശുവിന്. അങ്ങനെ പശുവിനെ ദാനം ചെയ്യാൻ, പണം ഓഫർ ചെയ്യാൻ, സ്ഥലം ഓഫർ ചെയ്യാൻ, ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ പശു വളർത്തൽ കേന്ദ്രത്തിന് ഒരുപാട് ആളുകൾ പണം കൊടുത്തു. ഇന്നുവരെ ആ പശു വളർത്തൽ കേന്ദ്രം എവിടെയാണെന്ന് അറിഞ്ഞിട്ടില്ല. അതിന്റെ പേര് സംഘടനക്കുള്ളിൽ ഇന്നും പ്രശ്നങ്ങൾ നടക്കുകയാണ്. അത് അദ്ദേഹം തന്നെ കാന്തപുരം വിശദീകരിക്കട്ടെ. റഹമുറാഹിമായ അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ വിജയിപ്പിച്ചു തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സലാമത്ത് നൽകുമാറാകട്ടെ. എല്ലാ ശത്രുക്കളുടെയും ശത്രുത അള്ളാഹു താല പരാജയപ്പെടുത്തി കളയട്ടെ.
അതല്ലാതെ നമ്മളെ കയ്യിൽ ആയുധങ്ങളില്ല, നമ്മളെ കയ്യിൽ വേറെ ഒരായുധവുമില്ല. അർഹമുർറാഹിമായ അല്ലാഹ്. ഇപ്പോൾ നിങ്ങൾ കേട്ടു ഒരു പ്രത്യേക കൃഷി സമുദായം, മസ്റ, ഫാം ആരംഭിച്ചു. അതിന് ഒരുപാട് ഏക്കർ സ്ഥലം വേണം. അത് വിലക്ക് വാങ്ങി അതിന് കുറെ കടമുണ്ട്, ഒരു 3-4 കോടി ഉറുപ്പ്യ കടമുണ്ട്. തുടങ്ങിയിട്ടില്ല, അപ്പോൾ 4 കോടി കടമായി. നിങ്ങൾക്കത് മനസ്സിലായിക്കണമെന്നറിയില്ല. ഇങ്ങനെ മസ്റ ഒരു കൃഷി സമ്പ്രദായം നമ്മൾ തുടങ്ങണ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതിന് കുറെ ഏക്കർ സ്ഥലം വേണം. അതിനിപ്പോ തന്നെ 4 കോടി കടമുണ്ട്. അപ്പൊ തുടങ്ങിയാൽ ഇപ്പൊ എത്ര കോടി ഉണ്ടാവും കടം? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇങ്ങനെ ഒരു വിഭാഗം സമ്പത്തിന് വേണ്ടി മാത്രം കളവ് പറയാനൊരു മടിയില്ല, ഒന്നിനും മടിയില്ല. നിങ്ങളറിയാലോ, 2-3 കൊല്ലം മുമ്പ് സ്വലാത്ത് കയറ്റിയേക്കുന്ന ഒരു പരിപാടി നടന്നു. വ്യാപകമായ പ്രശ്നങ്ങളുണ്ടായി. മോനെ 16 സ്വലാത്ത് കയറ്റിയേക്കുക, വ്യാപകമായ പ്രശ്നങ്ങൾ. ഇപ്പൊ നിർത്തിവെച്ചു. അവരിറക്കിയ നോട്ടീസ് കാണാൻ നിങ്ങൾക്ക് മോനവല്ലേ. SYS മീലാദ് ക്യാമ്പയിൻ. എത്ര കോടി? 1 കോടിയല്ലേ? 1 കോടി സ്വലാത്ത് മദീനയിലേക്ക്. അതിനെ ചെയ്യേണ്ട നിബന്ധന നോക്കി നിങ്ങൾ. 1, ഹുബ്ബുർ റസൂൽ ക്ലബിൽ അംഗമാകുക. ഓരോരു യൂണിറ്റിന് ഒരു ക്ലബ്ബ് ഉണ്ടാക്കുക. ക്ലബിന്റെ പേര് ഹുബ്ബുർ റസൂൽ ക്ലബ്ബ്. എന്നിട്ട് ആ ക്ലബിൽ അംഗമായതിന് ശേഷം സ്വലാത്ത് ചൊല്ലുക കുറെ സ്വലാത്ത് ചൊല്ലിയിട്ട് താഴെ പറയുന്ന നമ്പറിലേക്ക് വിളിച്ചു പറയാം, ഞങ്ങൾ ഇത്ര സ്വലാത്ത് ചൊല്ലിക്കണം. അതൊരു സഖാഫിന്റെ നമ്പറാണ്. അപ്പൊ വിളിച്ചാൽ തോന്നിയാസേ കേൾക്കുള്ളൂ. ആ നമ്പർക്ക് വിളിച്ചിട്ട് പറയാം എത്ര ചൊല്ലിക്കണം. അങ്ങനെ 1 കോടി സ്വലാത്തായാൽ ഈ സഖാഫി സ്വലാത്തൊക്കെ പാടെ ലോറിയിൽ കയറ്റിയിട്ട് മദീനത്തേക്ക് കൊണ്ടുപോകും. അതിന് ലോഡിങ്ങിന്റെ ചാർജ് വേറെ കൊടുക്കണം. ഇങ്ങനെ മദീനയിലേക്ക് സ്വലാത്ത് കയറ്റേക്കുന്നു എന്ന് പറഞ്ഞ് ക്യാമ്പയിനുകൾ നടത്തിയവർ, വ്യാപകമായ പ്രചരണങ്ങൾ നടത്തി. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു. ചൂഷണത്തിന്റെ പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തി. ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ആ മനുഷ്യന്റെ വിശ്വാസം നന്നാക്കുകയും കർമ്മങ്ങൾ നന്നാക്കുകയും ജീവിതത്തിൽ വിശുദ്ധി നേടുകയും മനുഷ്യനെ നന്നാക്കുകയും ചെയ്യുന്നതിനപ്പുറത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ ആ അഡ്രസ്സിൽ ഇവിടെ പ്രവർത്തിച്ച് തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്തി സമുദായത്തെ ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യം. അതാ നമ്മൾ പറയണത്, ഈ വഴി അപകടത്തിന്റെ വഴിയാണ്. ഈ വഴി സ്വർഗത്തിലേക്കുള്ള വഴിയല്ല ഇത്. സ്വർഗത്തിലേക്ക് പെട്ടി എന്ന് പറഞ്ഞാലും സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്ന വഴിയല്ല ഇത്. സ്വർഗത്തിലേക്കുള്ള വഴി കൃത്യമായ വിശ്വാസം നന്നാകണം, കർമ്മങ്ങൾ നന്നാകണം, ആദരിക്കേണ്ടവരെ ആദരിക്കണം, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം, അനാദരിക്കേണ്ടവരെ അനാദരിക്കണം. തഅ്ളീമു മാ അല്ലമ അല്ലാഹു വ തഹ്ഖീറു മാ ഹഖറ അല്ലാഹ് അസ്ലുൻ മിൻ ഉസൂലി അഹ്ലു സുന്നത്തി വൽ ജമാഅ. സുന്നത്ത് ജമാഅത്തിന്റെ ഉസൂല് അല്ലാഹു ആദരിച്ചവരെ ആദരിക്കലും അല്ലാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കലുമാണ്. മോനെ 18. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ സംഘടനകളിൽ വന്നു. ഇങ്ങനത്തെ സാഹചര്യം കേരളത്തിൽ വ്യാപകമായി. സംഘടനയിൽ നിന്ന് പലരും മാറി ചിന്തിക്കാൻ തുടങ്ങി. പലരും സംഘടനയിൽ നിന്ന് മാറി. മെമ്പർഷിപ്പൊക്കെ നേരിട്ട് SSF ഓഫീസ് കൊടുത്തയച്ചൊക്കെ നമുക്കറിയാം. ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി ഞങ്ങളുടെ മീറ്റിംഗ് പറയരുത്, ഇനി ഞങ്ങൾ മീറ്റിംഗിന് വരില്ല എന്നൊക്കെ പറഞ്ഞ് കൊടുത്തയച്ചു പലരും. ഇങ്ങനെ വന്നപ്പോൾ സംഘടനകളിൽ നിന്ന് ഒറ്റപ്പെട്ടും കൂട്ടമായും പലരും മാറി ചിന്തിച്ചപ്പോൾ തങ്ങളെ ഈ സംഘടനയിലെ പ്രവർത്തകന്മാർ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ഇവരുടെ പ്രഭാഷകൻ പറയാണ്, SSF എന്ന സംഘടനയിൽ നിന്ന് ഒരാൾ പോയാൽ അയാൾ അള്ളാഹു പുറത്താക്കിയതിന് തുല്യാണ്. ഒരു ആഴ്ച മുമ്പ് കാസർഗോഡ് MA അബ്ദുൽ ഖാദർ മുസ്ലിയുടെ സ്ഥാപനമുണ്ട്, സൈദിയ അറബി കോളേജ്. ആ സൈദിയ അറബി കോളേജിൽ ഒരു ദർസ് നടത്തുന്നു കാന്തപുരം AB അബൂബക്കർ മുസ്ലിയാർ. ദർസ് ഇങ്ങനെ നടത്തി മുനാഫിഖീങ്ങളുടെ അടയാളങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ, ഒരു സ്ഥാപനത്തിൽ പഠിച്ചവർ, ആ സ്ഥാപനത്തിന് അന്നം തിന്ന്, അവിടുത്തെ ഭക്ഷണം തിന്ന്, അവിടുത്തെ ഫാനിന്റെ കാറ്റുകൊണ്ട് അവിടുത്തെ ഉസ്താദുമാരിൽ ഇൽമു പഠിച്ച് അവിടെ നിന്നവർ പിന്നീട് സംഘടനയിൽ നിന്ന് പുറത്തു പോയാൽ അവർ മുർത്തദ്ദായതിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ കാന്തപുരം വിഭാഗത്തിൽ നിന്ന് മാറി സമസ്തക്കാരൻ വന്നിക്കണമെങ്കിൽ അവന് മുർത്തദ്ദാണ്
എന്ന് പോലും പറയേണ്ടി വന്നു. ഇദ്ദേഹം പറഞ്ഞെന്താ, നിങ്ങള് ഈ സംഘടനയിൽ നിന്ന് ആരും പുറത്തു പോകരുത്, അള്ളാഹ് നിങ്ങളെ പുറത്താക്കിയതിന് തുല്യാണ് എന്നാണ് ഇവരുടെ ആട്ടീരി തങ്ങൾ എന്ന പേര് അറിയപ്പെടുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം വരട്ടെ. സ്വന്തം ഉടപ്പറപ്പീങ്ങളെക്കാൾ ഈ പ്രസ്ഥാനത്തിന്റെ ബന്ധുക്കള് 1,80,00,000 ചൊല്ലിയെങ്കിൽ സ്വന്തം ജ്യേഷ്ഠാനുജന്മാരെക്കാളും വലിയ ഒരു ബന്ധമാണ് എന്റെ SYSന്റെ SSFന്റെ പ്രവർത്തകരെ നമുക്ക് കിട്ടിയത്. നഷ്ടപ്പെടുത്തല്ലേ, ഈ ബന്ധം നഷ്ടപ്പെടുത്തരുത്. ഈ കയറിയ വണ്ടിയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകരുത്. ഈ കയറിയ വണ്ടിയിൽ നിങ്ങൾ ഇറങ്ങരുത്, SSF നിങ്ങൾ ഇറങ്ങരുത്. വണ്ടി കേടായാൽ പിന്നെ അതിൽ ഇരുന്നാ പിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തൂലല്ലോ. അപ്പൊ പിന്നെ ഇറങ്ങല്ലാതെ എന്താ ചെയ്യണു? പലരും ഈ വണ്ടിയിൽ കയറി, ഇതന്നെയാണ് സത്യം നേരി പലരും കയറി. ആ കയറിയ പലർക്കും തോന്നി ഈ വണ്ടി പഞ്ചറാണ്, ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തൂരാന്ന് തോന്നി. പലരും വഴിയിലിറങ്ങി. ആ ഇറങ്ങിയവരെ സംബന്ധിച്ച് പറഞ്ഞു, അങ്ങനെ വൈക്കൽ വെച്ച് നിങ്ങൾ ഇറങ്ങിയാൽ നിങ്ങൾ അള്ളാഹു ഒഴിവാക്കി, അള്ളാഹു പുറത്താക്കി എന്നാണ് എന്റെ അർത്ഥം. പിടിച്ച് പുറത്താക്കുന്ന അവസ്ഥ വരുത്തരുത്. ഈ വണ്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ അള്ളാഹു പുറത്താക്കി എന്നതാണ് അതിന്റെ തെളിവ്. ഈ രൂപത്തിൽ വ്യാപകമായി പ്രവർത്തകന്മാരെ പിടിച്ചു നിർത്താൻ വേണ്ടി ഈ നിലക്കുള്ള പ്രസംഗങ്ങളും ഈ നിലക്കുള്ള പ്രഭാഷണങ്ങളും എഴുത്തുകളും വ്യാപകമായി നടത്തി. സത്യത്തിൽ അള്ളാനെ പേടിയുള്ള, ആഖിറത്തിൽ പേടിയുള്ള, രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ പിന്നിൽ, ആ കുടുംബത്തിന്റെ പിന്നിൽ അടിയുറച്ചു നിന്ന്, സമസ്തയുടെ പ്രവർത്തകന്മാരായി അടിയുറച്ചു നിന്ന് സ്വർഗം കിട്ടി ഈമാനോടെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മുഴുവനും സമസ്തയിലേക്ക് കടന്നു വന്നപ്പോൾ ആ കടന്നു വന്നവരെ സംബന്ധിച്ച് അവർ മുർത്തദ്ദായവരാണ്, അള്ളാഹു പുറത്താക്കിയവരാണ്, അള്ളാഹു ഒഴിവാക്കിയവരാണ് എന്ന് പോലും പറയേണ്ടി വന്നു. നിങ്ങൾക്കറിയോ, അവസാനം ഇവിടെ മമ്പാട് അടുത്തൊരു പ്രദേശത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പരിപാടി നടന്നു, മറുഭാഗത്തിന്റെ പരിപാടിയും നടന്നു. അങ്ങനെ മറുഭാഗത്തിന്റെ പരിപാടി നടന്നപ്പോൾ നാട്ടിൽ മസ്ലഹത്ത് ഉണ്ടാകണമെന്ന് കരുതി പലരും ആ പരിപാടി നടത്തരുതെന്ന് പറഞ്ഞു. അവസാനം പരിപാടി നടന്നപ്പോൾ അന്ന് വഹാബ് സഖാഫി മമ്പാട് പ്രസംഗിച്ചതെന്താണ്? സമസ്തക്കെതിരെ ഞങ്ങൾ ആരെയും കൂട്ടുപിടിക്കും, നരേന്ദ്രമോദിയെ ഞങ്ങൾ കിട്ടിയാലും സ്വീകാര്യാണ്, പിണറായി വിജയനെയും സ്വീകാര്യാണ്, സാക്ഷാൽ അബൂജഹിൽ വന്നാൽ അബൂജഹിലിനെയും ഞങ്ങൾ സ്വീകരിക്കും, സമസ്തക്കെതിരെ ഞങ്ങൾ രംഗത്തിറങ്ങും. അയാൾ പ്രസംഗിച്ചു. അതിന് ശേഷമാണ് സരിതന്റെ കിണി ഇയാൾ കുടുങ്ങിയത്. ഇയാൾ പ്രസംഗാണ്, സമസ്തക്കെതിരെ ഞങ്ങൾ മോഡിനെയും കൂട്ടിപ്പിടിക്കും, പിണറായിനെയും ഞങ്ങൾക്ക് സ്വീകാര്യാണ്, സാക്ഷാൽ അബൂജഹിലിന് ഞങ്ങൾക്ക് സ്വീകാര്യാണ്. വഹാബ് പറയട്ടെ. നാട്ടുകാരൊക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ കൂടിത്തരും. അതേ സമയത്ത് ഈ പ്രസ്ഥാനത്തിന്റെ വായ മാത്രം ഓടിക്കെത്താമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. അതിന് ഞങ്ങൾക്ക് നരേന്ദ്രമോദി സ്വീകാര്യാണ്, അതിന് ഞങ്ങൾക്ക് പിണറായി വിജയനും സ്വീകാര്യനാണ്, അതിന് ഞങ്ങൾക്ക് അബൂജഹലിനെ കിട്ടിയാൽ ഞങ്ങൾക്ക് അതും സ്വീകാര്യാണ്. കണ്ടോങ്ങൾ എത്ര ഗൗരവമുള്ള വാക്കാണ് അയാൾ പറയണത്. അബൂജഹലിനെ കിട്ടിയാൽ പോലും അബൂജഹലിനെ കൂട്ടുപിടിച്ചാലും വേണ്ടില്ല, സമസ്തക്കെതിരെ ഞങ്ങൾ രംഗത്തിറങ്ങും എന്ന് പ്രസംഗിക്കണമെങ്കിൽ എവിടെ എത്തണം അവിടെയൊക്കെ വിശ്വാസങ്ങൾ? എന്നാ പോട്ടെ, എന്തിനെതിരെ ഇപ്പൊ നമ്മൾ ഈ പറയണമെന്ന് കൂടി ആലോചിക്കണ്ടേ? സ്വന്തം ഗുരുവര്യന്മാർക്കെതിരെ, സ്വന്തം വിശ്വാസം കൊണ്ട് നടക്കുന്ന, സ്വന്തം ആചാരം കൊണ്ട് നടക്കുന്ന, സ്വർഗം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ പാഠം പഠിപ്പിക്കാനും നിലക്ക് നിർത്താനും അബൂജഹലിനെ കിട്ടിയാൽ ഞങ്ങൾ കൂടെ കൂട്ടുമെന്ന് പറഞ്ഞാൽ നാട്ടിലെ ബിദ്അത്തുകാരെക്കാളും കടുകട്ടിയുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളല്ല ഇവർ. സത്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാരും സമസ്തയുടെ രൂപീകരണ ലക്ഷ്യവും ബിദ്അത്തിനെ പ്രതിരോധിക്കാനാണ്. ആ ബിദ്അത്തിനെ പ്രതിരോധിക്കേണ്ട സമയം പോലും ഇവരെ പ്രതിരോധിക്കാൻ നമ്മൾ ചെലവിടേണ്ട സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ എത്ര വലിയ അപകടകരമായ സാഹചര്യമാണിത്. ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കേണ്ടതാണ്. കേരളത്തിലെ ബിദ്അത്തിന്റെ പ്രസ്ഥാനം, അത് മുജാഹിദാണെങ്കിലും ജമാഅത്താണെങ്കിലും തബ്ലീഗുകാരാണെങ്കിലും ചേകരൂരിന്റെ ആളുകളാണെങ്കിലും കള്ളത്വരീഖത്തുകാരാണെങ്കിലും കള്ള ശൈഖന്മാരാണെങ്കിലും യഥാർത്ഥമായ അഖീദയിൽ നിന്ന് വിശ്വാസികളെ കൊണ്ടുപോയി നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പ്രവർത്തനം നടത്തുമ്പോൾ പാടില്ലെന്ന് പറയാൻ ഇവിടെ വിങ് ആവശ്യമാണ്, പാടില്ലെന്ന് പറയാൻ ഇവിടെ കൂട്ടായ്മ ആവശ്യമാണ്. ആ കൂട്ടായ്മയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇവിടെ മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് മുജാഹിദുകൾ ഞങ്ങൾ ഐക്യപ്പെടുന്നു എന്ന് പറഞ്ഞ് ഐക്യ സമ്മേളനം നടത്തി. ഈ ഐക്യ സമ്മേളനം നടത്തിയപ്പോൾ ഇത് തൗഹീദും ശിർക്കും തമ്മിലുള്ള ലയനമാണ്. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിലേക്ക് ലയിച്ചപ്പോൾ
ഒരാളുടെ വിശ്വാസം കുഫറാണെങ്കിൽ ആ കുഫർ എന്ന വിശ്വാസം മറ്റേ വിഭാഗത്തിൽ തൗഹീദാണ്. മടവൂര് വിഭാഗം KNM ലയിച്ചപ്പോൾ ജിന്നുകളോട് സഹായം ചോദിക്കാമെന്നൊരു കൂട്ടർക്ക് വിശ്വാസമുണ്ട്. ആ ജിന്നുകളോട് സഹായം ചോദിച്ചാൽ ഇസ്ലാമെന്ന് പുറത്തു പോകുമെന്ന് രണ്ടാമത്തെ ടീമിന് വിശ്വാസമുണ്ട്. അപ്പോൾ ഒരാളുടെ വിശ്വാസം തൗഹീദാണ്, മറ്റൊന്ന് ശിർക്കാണ്. ഈ ശിർക്കും തൗഹീദും തമ്മിലുള്ള ലയനം നടക്കുന്ന ഈ സാഹചര്യത്തിൽ ആ വിഷയത്തെങ്കിലും ഒന്ന് ഒന്നിച്ചു നിന്ന് ബിദ്അത്തിനെ പ്രതിരോധിക്കേണ്ടതിന് പകരം ഇതുപോലെയുള്ള കളവുകളും ഇതുപോലെയുള്ള ഭീഷണികളും നടത്തി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ തടയിടാനുള്ള പ്രവർത്തനം നടക്കുമ്പോൾ ഗൗരവത്തിൽ ഈ വിഷയത്തിൽ SKSSFന്റെ പ്രവർത്തകന്മാർ ജാഗ്രത പാലിക്കണം. കാരണം നമ്മളൊരു കള്ള ബിസിനസ്സുമായിട്ടോ അല്ല കള്ളത്തരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലല്ലോ. നമ്മൾ അള്ളാഹിനെ പേടിച്ച് ജീവിക്കുന്നവരാണ്. നമ്മുടെ വാക്കിനും നമ്മുടെ നാക്കിനും നമ്മുടെ കേൾവിക്കും കാഴ്ചക്കും എല്ലാത്തിനും പടച്ചോന്റെ മുമ്പിൽ മറുപടി പറയണമെന്ന് വിശ്വാസമുള്ളവരാണ് നമ്മൾ. അടിസ്ഥാനപരമായ 18ഓളം വിഷയങ്ങളിൽ പരസ്പരം തെറ്റുപറ്റി കരിവാരി തേച്ചവർ ഒന്നിച്ചു നിൽക്കുമ്പോൾ ഇതിൽ ലയനമല്ലാതെ ശിർക്കും തൗഹീദും തമ്മിലുള്ള കോംപ്രമൈസാണ് എന്ന് നമ്മൾ അറിയണം. സാന്ദർഭികമായിട്ട് ഞാൻ ആ വിഷയം സൂചിപ്പിക്കുകയാണ്. മുജാഹിദിന്റെ നേതാക്കന്മാരിൽ പ്രമുഖനായ ഒരാൾ പറഞ്ഞു, ഇത് പരസ്പരം 10-15 കൊല്ലം മുജാഹിദുകൾ ഭിന്നിച്ചു നിന്നു. ആ ഭിന്നിച്ചു നിന്നവർ സമുദായത്തിന് മുമ്പിൽ നന്നാകാൻ വേണ്ടിയിട്ട് യോജിക്കുന്ന ഒരു സാഹചര്യം മുന്നിൽ കാണുമ്പോൾ ഇവർ ആരാണെന്ന് സമുദായത്തെ ബോധ്യപ്പെടുത്തേണ്ടവരാണ് നമ്മൾ. ശാഖാപരമായ വിഷയത്തിലോ സംഘടനാപരമായ വിഷയത്തിലോ അല്ല, അടിസ്ഥാനപരമായ 18ഓളം വിഷയങ്ങളിൽ പരസ്പരം വ്യതിചലനം ആരോപിച്ചവരാണ് ഇവർ. മുജാഹിദിന്റെ നേതാക്കന്മാർ ഒരാളാ കാര്യം തുറന്നു പറയുന്നത് കേൾക്കിങ്ങൾ. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ 18ഓളം വിഷയങ്ങളിൽ തകരാറ് പറ്റിയിട്ടുണ്ട് എന്ന് കൃത്യമായി തെളിഞ്ഞതും വിവരിച്ചു കൊടുത്തതുമാണ്. ആശയപരമായ വിഷയങ്ങളിൽ തിരിച്ചു വരുമെങ്കിൽ അത് എന്നും കേരള നദ്വത്തുൽ മുജാഹിദീൻ നേരത്തെ ആഹ്വാനം ചെയ്തിട്ടുള്ള കാര്യമാണ്. 18ഓളം വിഷയങ്ങളിൽ അടിസ്ഥാനപരമായ വിഷയങ്ങൾ തെറ്റുപറ്റിയെന്നവർക്ക് സമ്മതിച്ചിട്ടുണ്ട്. ജിന്നുകളോട് സഹായം ചോദിക്കാമെന്നൊരു വിഭാഗം, മലക്കുകളോട് സഹായം ചോദിക്കാമെന്നൊരു വിഭാഗം, മന്ത്രിക്കുന്നതിന് കുഴപ്പമില്ലെന്നൊരു വിഭാഗം, നാരിയത്തു സ്വലാത്ത് അള്ളാഹിന്റെ റസൂലിനോട് ശഫാഅത്ത് ആവശ്യപ്പെടാത്ത നിലക്ക് സ്വലാത്ത് എന്ന നിലക്ക് ചൊല്ലിയാൽ അതിന് കുഴപ്പമില്ലെന്ന് പറയുന്നവർ ഒരു ഭാഗത്ത്, ഇങ്ങനെ ഇതൊക്കെ തെറ്റില്ലെന്ന് പറയുമ്പോൾ തെറ്റില്ലെന്ന് പറയുന്നവർ മുശ്രിക്കുകളാണെന്ന് പറയുന്നവർ മറുഭാഗത്ത്. ഇത് രണ്ടും കൂടി ലയനം നടക്കുമ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ ലേബലിൽ പ്രവർത്തിക്കുന്ന ആളുകളെങ്കിലും ഈ വിഷയത്തിൽ ഒന്ന് ജാഗ്രത പാലിക്കണ്ടേ? അവിടെയും സമസ്തക്കെതിരെ പ്രവർത്തിക്കാൻ ഞങ്ങൾ അബൂജഹലിനെ കിട്ടിയാൽ കൂട്ടുപിടിക്കുമെന്ന് പറയുന്നത്, സമസ്തയുടെ ആലിമീങ്ങൾ തെറി പറയുന്നത്, അതൊക്കെ നിർത്തി മഹിതമായ സംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്വർഗം നേടാൻ വേണ്ടി ഔലിയാക്കന്മാരിൽ ഉണ്ടാക്കപ്പെട്ട സംഘടനയാണെന്ന നിലക്ക് പ്രവർത്തിക്കണ്ടേ? ദുആ ചെയ്താൽ ആ സമയത്ത് ഉത്തരം കിട്ടുന്ന മഹാന്മാർ, ജീവിതത്തിൽ ഒരു അറിഞ്ഞിട്ടൊരു കറാഹത്ത് ചെയ്യാത്ത മഹാന്മാർ, അല്ലാഹുവില്ല എന്ന ചിന്തയോടുകൂടെ കഴിയുന്ന മഹാന്മാർ, ഓലെ പിന്നിലല്ലേ നമ്മൾ അടിയുറച്ചു നിൽക്കേണ്ടത്. ഈ അടുത്ത കാലത്ത് വഫാത്തായി പോയ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ്, ചെറുശ്ശേരി ഉസ്താദ്, കുമരംപുത്തൂർ ഉസ്താദ്, ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പു ഉസ്താദ് അടക്കമുള്ള സമസ്തയുടെ സമുന്നതന്മാരായ നേതാക്കന്മാർ ജീവിതം മുഴുവനും സുഹൃതത്തിലായി ജീവിച്ച് പടച്ചോനെ പ്രീതി മാത്രം കാംക്ഷിച്ച് ശരിയായ വഴി നമുക്ക് കാണിച്ചു തന്ന്, സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തന്ന്, ഒരു പെട്ടി മാത്രം ബാക്കി വെക്കാതെ സ്വർഗത്തിലേക്കുള്ള വഴി ഇന്നതാണെന്ന് കാണിച്ചു തന്ന് പടച്ചവന്റെ വിളിക്കുത്തരം നൽകി പടച്ചവനിലേക്ക് പറന്നകന്നുപോയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാർ അവരുടെ പാത പിൻപറ്റി, അവിടെ ചര്യ പിൻപറ്റി സുന്നത്ത് ജമാഅത്തിലെ എളിയ ഖാദിമുകളും പ്രവർത്തകന്മാരുമായി മാറി പടച്ചവന്റെ പൊരുത്തം കിട്ടാൻ ആവശ്യമായതൊക്കെ നമ്മൾ ചെയ്യണം എന്നും മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ടൊരു 3 സ്വലാത്ത് ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. പടച്ചോനെ ഈ സദസ്സ് നീ സ്വീകരിക്കണമേ റഹ്മാനെ, നീ കബൂൽ ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ പറഞ്ഞതും ഈ ഇരുന്നതും കേട്ടതും നീ കബൂലാക്കണമേ തമ്പുരാനെ.
സത്യം അതുപോലെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ജീവിച്ച് വിശ്വസിച്ച് ഈമാനോടുകൂടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണമേ തമ്പുരാനെ. പടച്ചോനെ, ഞങ്ങളൊക്കെ ഉസ്താദുമാര് പോയ വഴിയിൽ ഞങ്ങളെ നീ അടിയുറച്ച് നിർത്തണമേ തമ്പുരാനെ. സ്വർഗത്തിന്റെ അഹുലുകാരിൽ ഞങ്ങളെ നീ പെടുത്തണമേ തമ്പുരാനെ. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചതിന്റെ പ്രവർത്തകന്മാർക്ക് നീ ഖൈർ നൽകണമേ തമ്പുരാനെ. ഇവിടെ സംഗമിച്ച മുഴുവൻ ആളുകൾക്കും നീ ഖൈർ നൽകണമേ തമ്പുരാനെ. പടച്ചോനെ, ഞങ്ങൾ ഉസ്താദുമാരിൽ പലരും രോഗികളാണ്, നീ ശിഫിയാക്കണമേ അല്ലാഹ്. നീ ശിഫ നൽകണമേ റഹ്മാനെ. മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ. പടച്ചോനെ, ഞങ്ങളുടെ ഏർപ്പാടുകളിലൊക്കെ നീ ഖൈർ നൽകണമേ തമ്പുരാനെ. ബർക്കത്ത് ചെയ്യണമേ തമ്പുരാനെ. ജീവിതമാർഗം നീ എളുപ്പമാക്കി തരണേ റബ്ബേ. നീ എളുപ്പമാക്കി തരണേ റബ്ബേ. പടച്ചോനെ, സിഹറുണ്ടെങ്കിൽ അതൊക്കെ നീ ബാത്തിലാക്കണമേ റബ്ബേ. കണ്ണീറിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണമേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.